وعلى آله وأصحابه أجمعين. അർ-റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ജീവചരിത്രത്തിനെ കുറിച്ച് പറയുന്ന കിതാബിൽ തുടർന്നു കൊണ്ടുള്ള ഭാഗത്തിൽ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു, അബ്ദുൽ മുത്തലിബിന് അദ്ദേഹത്തിന് മക്കയിലുണ്ടായിരുന്ന ഭരണപരമായ കാര്യങ്ങളും നേതൃത്വപരമായ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ചില തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും മറ്റുള്ളവരിൽ നിന്ന് വരുമ്പോൾ അതിന് സഹായകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് 10 മക്കളെ തന്ന് അവർ എനിക്ക് സഹായികളായി താങ്ങും തണലുമായി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് എനിക്ക് വരുന്ന പക്ഷം അതിൽപ്പെട്ട ഒരു മകനെ ഞാൻ അള്ളാഹുവിന് വേണ്ടി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകൻ ഇസ്മായിലിനെ ബലി നൽകാൻ തയ്യാറായതുപോലെ അള്ളാഹുവിന് വേണ്ടി മഹത്തായ അവൻ്റെ ഭവനത്തിലടുത്ത് വെച്ച് ബലി നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് നേർച്ച അദ്ദേഹം നടത്തിയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ്റെ ആഗ്രഹപ്രകാരം 10 മക്കൾ ശക്തരും കരുത്തരുമായ, തടസ്സങ്ങളും പ്രതിസന്ധികളും മറ്റുള്ളവരിൽ എതിർപ്പുകളൊക്കെ വരുന്ന സമയത്ത് കൂടെ നിന്നുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങും തണലുമായി നിൽക്കാൻ പറ്റുന്ന ശക്തരായ 10 മക്കളെ അബ്ദുൽ മുത്തലിബിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അങ്ങനെ കൊടുത്ത സമയത്ത് അദ്ദേഹം അള്ളാഹുവിന് കൊടുത്ത വാക്ക് പാലിക്കുക എന്നുള്ള ആ നേർച്ച അത് നിർവഹിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അബ്ദുള്ള എന്ന് പറയുന്ന ഈ മകനാണ് ആ നേർച്ചയിൽ നറുക്കിട്ട സമയത്ത് ഈ മകൻ്റെ പേരാണ് സ്വാഭാവികമായിട്ടും അതിൽ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ള ആ മനുഷ്യൻ്റെ മാതാവിൻ്റെ പേര് ഫാത്തിമ ബിൻതു അംറു ബിനു ആയിദ് ബിനു ഇമ്രാൻ ബിനു മഖ്സൂം ബിനു യഖള ബിനു മുറത്തി എന്ന് പറയുന്ന പ്രവാചകൻ്റെ സന്താന പരമ്പരയിൽ നിന്ന് പോരുന്ന ആ കുടുംബത്തിൽപ്പെട്ട ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു അബ്ദുള്ളയുടെ അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെ ഭാര്യയായിരുന്നവർ. വകാന അബ്ദുള്ള അഹ്സന ഔലാദി അബ്ദുൽ മുത്തലിബി വ അഅഫഹും വ അഹബ്ബഹും ഇലൈ. ഈ അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടി സ്വാഭാവികമായിട്ടും അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ ഏറ്റവും നല്ലവനായിരുന്നു, ചാരിത്രശുദ്ധി സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു, അബ്ദുൽ മുത്തലിബിലേക്ക് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിരുന്നു. വഹുവ ദബീഹ്, ഈ മകനെ അറുത്തു കൊടുക്കണം എന്ന് പറഞ്ഞതാണ് സ്വാഭാവികം. നറുക്കിട്ടപ്പോൾ ഈ മകൻ്റെ പേരാണ് അതിൽ വന്നത്. വദാലിക് അന്ന അബ്ദുൽ മുത്തലിബി ലമ്മാ തമ്മ അബ്നാഉഹു 10 10 മക്കളുണ്ടായപ്പോൾ വഅറഫ അന്നഹും യംനഊനഹു, മറ്റുള്ള ആളുകളിൽ വിമർശനങ്ങളും എതിർപ്പുകളും വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കാനും എനിക്ക് സംരക്ഷണമായി എൻ്റെ കൂടെ മുന്നിലും പിന്നിലും സംരക്ഷകരായി നിൽക്കാൻ ഇവരുണ്ട് എന്നുള്ളത് അബ്ദുൽ മുത്തലിബിന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അഖ്ബറഹും ബിനദിരിഹി ഫഅത്വഉ, ഞാനിങ്ങനെ മക്കളെ അള്ളാഹുവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു നേർച്ച അള്ളാഹുവിൽ ഞാൻ നിർവഹിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് മക്കളോട് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പിതാവിനനുസരിക്കുന്ന ത്വാഅത്തുള്ള നല്ലവരായ മക്കളായിരുന്നു അവർ സ്വാഭാവികമായിട്ടും. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ ആ നേർച്ച നിർവഹിച്ചോളി, ഞങ്ങളതിന് പൂർണ്ണ തയ്യാറാണ്, സമ്മതം അവർ പറഞ്ഞു, അനുസരിച്ചു. ഫഖീല, ഇതിൽ അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർ പലതും പറയുന്നു. അല്ല ഇന്നഹു അഖ്റഅ ബൈനഹും അയ്യുഹും യൻഹർ, ആരെയാണ് എല്ലാവരും ഏകസ്വരത്തിൽ എൻ്റെ പേര് വരികയാണെങ്കിൽ എന്നെ വേണമെങ്കിൽ എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അവിടെ നറുക്കിടുകയാണ് ചെയ്തത്. അതല്ല വേറെ ഒരു ജ്യോത്സ്യ സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചു എന്നും ഉണ്ട്, ശേഷം അത് പറയുന്നുണ്ട് എന്ന് വരുന്നുണ്ട്. ഫത്വാറത്തിൽ ഖുർആത്ത് അല അബ്ദില്ല, അബ്ദുള്ള എന്ന് പറയുന്ന ഈ മകൻ്റെ പേരെഴുതിയ ആ നറുക്കാണ് വീണത്. വകാന അഹബ്ബന്നാസി ഇലൈഹി, അബ്ദുൽ മുത്തലിബിനാണെങ്കിൽ ഈ മകനോട് വളരെ ഇഷ്ടമായിരുന്നു. ഫഖാല അല്ലാഹുമ്മ ഹുവ ഔ മിഅത്തൻ മിനൽ ഇബിൽ, അല്ലാഹുവേ ഈ മകൻ അറുത്തു കൊടുക്കണോ ഞാൻ, അതല്ല ഇവന് പകരമായിട്ട് 100 ഒട്ടകത്തിന് ഞാൻ ബലി നൽകാൻ തയ്യാറാണ്. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ മനസ്സിൽ ഈ മകന് പ്രായശ്ചിത്തം എന്നോണം 100 ഒട്ടകങ്ങൾ ബലി നൽകാൻ തയ്യാറാണ്. ഒരൊട്ടകം എന്നൊക്കെ പറയുന്നത് അറബിയുടെ അടുത്ത് അന്ന് വളരെ സമ്പന്നമായ, വളരെ വിലമതിക്കാത്ത ഒരു സമ്പത്തായിരുന്നു. എന്നാൽ പോലും ഈ മകന് പകരമായിട്ട് 100 ഒട്ടകങ്ങൾ അറുത്ത് നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വീണ്ടും നറുക്കിട്ടു. അഖ്റഅ ബൈനഹു ബൈനൽ ഇബ്ലി ഫത്വാറത്തിൽ ഖുർആത്തു അൽ മിഅത്തി മിനൽ ഇബിൽ. അപ്പോൾ രണ്ടാമത്തെ നറുക്കിട്ട സമയത്ത് 100 ഒട്ടകങ്ങൾ എന്ന് പറയുന്നത് വന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബിന് സുബ്ഹാൻ സമാധാനമായി, അതൊരഭിപ്രായമാണ്. അതല്ല വഖീല ഇന്നഹു കതബ അസ്മാഅഹും ഫിൽ ഖിദാഹി, ആ നറുക്കിൽ പേരുകൾ എഴുതി. വഅതഹ ഖയ്യിമ ഹുബൽ എന്ന് പറയുന്ന അവർക്ക് പ്രമുഖനായിട്ടുണ്ടായിരുന്ന ബിംബമുണ്ടായിരുന്നു. ആ ബിംബത്തിൻ്റെ കാവൽക്കാരനും സംരക്ഷകനും ആയിരുന്ന ആളുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഈ പറയുന്ന പേരുകൾ എഴുതിയ നറുക്കൾ കൊടുത്തു. ഫളറബൽ ഖിദാഹ ഫഖറജൽ ഖിദ്ഹു അല അബ്ദില്ല, അപ്പോഴും തന്നെ അബ്ദുള്ളൻ്റെ പേരാണ് വന്നത്. അപ്പോൾ ഫഅഖദഹു അബ്ദുൽ മുത്തലിബി വഅഖദ ശിഫ്ര, മകൻ്റെ പേര് വന്ന സമയത്ത് കത്തിയെടുത്തിട്ട്
ഈ മകനെയും കൊണ്ട് കാബ ഷരീഫിൻ്റെ അടുത്തേക്ക് അറുക്കാൻ വേണ്ടി പോയി. ഫമനഅഹു ഖുറൈശുൻ വലാ സിയമ അഖ്വാലുഹു മിൻ ബനി മഖ്സൂമിൻ വഅഖൂഹു അബൂ ത്വാലിബ്. അപ്പോൾ ഖുറൈശികളായ ആളുകൾ പറഞ്ഞു, ഒരിക്കലും അത് ചെയ്യരുത്, നിങ്ങളാ പറഞ്ഞ നേർച്ച നിങ്ങൾ നിർവഹിക്കുക എന്ന പേരിൽ ഈ മകൻ അറുത്ത് കൊടുക്കരുത് എന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബിൻ്റെ അബ്ദുള്ളയുടെ മാതാവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള അമ്മാവന്മാർ, അതേപോലെ തന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ അബ്ദുള്ളയുടെ സഹോദരനായ അബൂ ത്വാലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ വലിയ പ്രമുഖനായ മകനായ അബൂ ത്വാലിബ്, ഇവരൊക്കെ സ്വാഭാവികമായിട്ടും അതിൽ പിതാവിനെ തടഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് കൈഫ അസ്നാബിനെതിരി, ഞാൻ അള്ളാഹുവിന് വാക്ക് കൊടുത്തതാണ്, ഒരു നേർച്ച നേർന്നതാണ്, അപ്പം ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഫഅശാറു അലൈഹി, അബ്ദുൽ മുത്തലിബിനോട് അവർ പറഞ്ഞു, അൻ യഅതിയ അറാഫത്തൻ ഫയസ്തഅമിറഹ, അവരൊക്കെ ഇങ്ങനത്തെ വലിയ വലിയ വിഷയങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി തേടുന്ന ഒരു ജ്യോത്സ്യ സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്ക് ജിന്നും സിഹറിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളും ജിന്നിൻ്റെ സഹായങ്ങളൊക്കെ ഉണ്ട്. ഖുറൈശികളായ ആളുകൾ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അവളെടുത്ത് ചെന്ന് അവളുടെ ഈ ജ്യോത്സ്യ പണികൾ ചെയ്യുമ്പോൾ അവർക്ക് പ്രതിവിധി എന്നുള്ളോണം അഭിപ്രായങ്ങൾ വരും. അതനുസരിച്ച് മുന്നോട്ട് പോകലായിരുന്നു. അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. ഫഅതാഹ, അങ്ങനെ അബ്ദുൽ മുത്തലിബ് അവിടെ ചെന്നു. അപ്പോൾ അവൾ പറഞ്ഞു, യദ്രിബൽ ഖിദാഹ അല അബ്ദില്ല വഅല അശരിൻ മിനൽ ഇബിൽ. ഈ അബ്ദുള്ളൻ്റെ പേരും എഴുതുക, 10 ഒട്ടകങ്ങളെ പേരും എഴുതിയിട്ട് നറുക്കിടാൻ വേണ്ടി 2 നറുക്ക്, ഒന്ന് അബ്ദുള്ളൻ്റെത്, മറ്റ് 10 ഒട്ടകം എന്നുള്ള ആ പേരിൽ ഒരു നറുക്കും. അതിലേതാണ് വരുന്നു എന്ന് നിങ്ങൾ നോക്കി. ഫഇൻ ഖറജത അല അബ്ദില്ല, അബ്ദുള്ളൻ്റെ പേരാണ് വന്നു എന്നുണ്ടെങ്കിൽ ഫസീദു 10, 20 ഒട്ടകം എന്ന് എഴുതിയിട്ട് വീണ്ടും നറുക്കിടുക. അങ്ങനെ റബ്ബിന് തൃപ്തിപ്പെടുന്ന എണ്ണം എത്ര ഒട്ടകങ്ങൾ വരുമ്പോഴാണോ അതുവരെ നിങ്ങൾ നറുക്കിട്ടളി, എന്നിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടളി. 10, അതുപോലെ 20, പിന്നെ 30, പിന്നെ 40, ഏതുവരെയാണ് നറുക്കിട്ടിട്ട് ആ പറയുന്ന ഒട്ടകങ്ങളുടെ എണ്ണത്തിൽ അത് വരുന്നത് എപ്പോഴാണോ അതുവരെ നിങ്ങളിത് ചെയ്തളി എന്ന് പറഞ്ഞു. ഫഇദാ ഖറജത അലൽ ഇബ്ലി നഹറഹ, ഒട്ടകത്തിൻ്റെ ആ നറുക്കിൻ്റെ അത് വന്നാൽ അതിന് അറുത്ത് കൊടുത്താൽ മതി. ഫറജഅ വഅഖറ ബൈന അബ്ദില്ല ബൈന അശ്രി മിനൽ ഇബ്ൽ, ആദ്യം 10 ഒട്ടകങ്ങൾ, അങ്ങനെ അബ്ദുള്ളൻ്റെ പേര് വന്നു. അങ്ങനെ കൂട്ടി അവസാനത്തിൽ 100 ഒട്ടകങ്ങൾ വന്ന സമയത്ത് ആ ഒട്ടകങ്ങളുടെ പേരിലുള്ള നറുക്ക് വന്നു. അങ്ങനെ അബ്ദുള്ള സുരക്ഷിതനായി ആ 100 ഒട്ടകങ്ങൾ അറുത്തു. അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ചരിത്രത്തിലുണ്ട്. ചുരുക്കത്തിൽ അപ്പോൾ വഖഅത്തിൽ ഖുർഅത്തു അലൈഹ, ഈ ഒട്ടകങ്ങളുടെ മേൽ ഫനുഹിറത്ത് സുമ്മ തുരിക്കത്ത്, അങ്ങനെ 100 ഒട്ടകങ്ങൾ അബ്ദുള്ളക്ക് പകരമായിട്ട് അറുത്തിടപ്പെട്ടു. അങ്ങനെ പിന്നെ വേണ്ടിയ ആളുകൾക്ക് അതിൽ നിന്ന് കൊണ്ടുപോകാൻ, മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും, ലാ യുറദ്ദു അൻഹാ ഇൻസാൻ വലാ സബർ, മനുഷ്യന്മാർക്ക് വേണ്ടിയവർക്ക് അതിൽ നിന്ന് മാംസം കൊണ്ടുപോകാം. പിടിമൃഗങ്ങൾ, പക്ഷികൾ പോലത്തെ അതിന് വേണ്ടി അവർക്കും അതെടുക്കാരും തടയപ്പെടാത്ത നിലയ്ക്ക് അള്ളാഹുവിൻ്റെ വജുദ്ദേശിച്ചുകൊണ്ട് ഇറക്കപ്പെട്ടു. വക്കാനത്ത് ദിയത്ത് ഫി ഖുറൈശിൻ വഫിൽ അറബി 10 മിനൽ ഇബിൽ, അത് കാലം വരെ ഖുറൈശികൾ ഒരാളെ മറ്റാൾ അകാരണമായിട്ട് കൊന്നാൽ പകരത്തിന് 10 ഒട്ടകങ്ങൾ കൊടുത്താൽ മതിയായിരുന്നു. അബ്ദുൽ മുത്തലിബ് പണി ചെയ്തോടെ മുതൽ പിന്നീട് ഒരാളെ കൊന്നു, കാരണമില്ലാതെ കൊന്നാൽ പകരത്തിന് പിന്നെ 100 ഒട്ടകം കൊടുക്കണമെന്ന് പറയുന്നത് പിന്നീട് അവരിൽ പ്രാബല്യത്തിൽ വന്നു, ഈ പറയുന്ന പ്രവൃത്തിയോടുകൂടെ. അത് പിന്നെ ഇസ്ലാം വന്നതിൻ്റെ ശേഷം അഖറഹൽ ഇസ്ലാം, ഒരാളെ അകാരണമായിട്ട് മറ്റുള്ളവർ കൊന്നാൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് ബ്ലഡ് മണി, അതിന് പകരമായിട്ട് അവർ സമ്പത്ത് മതി, ഞങ്ങൾക്ക് പകരത്തിന് പകരം കൊല്ലണ്ട എന്ന് പറയുകയാണെങ്കിൽ 100 ഒട്ടകം കൊടുക്കണം എന്നുള്ളത് അബ്ദുൽ മുത്തലിബിൻ്റെ പ്രവർത്തനത്തോടുകൂടെ പ്രാബല്യത്തിൽ വന്ന ഈ കാര്യം ഇസ്ലാം അതിനെ അംഗീകരിച്ചു. പിന്നെ ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നൊരു ഹദീസ് പറയുന്നുണ്ട്. അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയലുണ്ടായിരുന്നു, അനബനു ദബീഹൈൻ, അറുക്കപ്പെട്ട 2 പിതാക്കന്മാരുടെ മകനാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയലുണ്ടായിരുന്നു. പക്ഷേ ആ ഹദീസ് ലൈഫാണ്. സത്യം അതാണ്, ഇസ്മായിൽ നബി ഒരു പിതാവ്, അബ്ദുള്ള മറ്റൊരു പിതാവ്. അറുക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഈ 2 പിതാക്കന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അവരുടെ മകനാണ് ഞാൻ, അതൊരു സത്യമാണ്. പക്ഷേ ഈ ഹദീസ് അത് ലൈഫാണ്. അങ്ങനെ പിന്നെ വഖ്താറ അബ്ദുല്ലാഹി വലദിഹി അബ്ദില്ല ആമിനത്ത്, അങ്ങനെ പിന്നീട് അബ്ദുള്ള വളർന്നു വലുതായി. ഈ അബ്ദുള്ള എന്ന് പറയുന്ന മകനെ കൊണ്ട് വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി ആമിന എന്ന് പറയുന്ന ആ സ്ത്രീയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. അബ്ദുൽ മുത്തലിബ് പിതാവ് തെരഞ്ഞെടുത്തു. ആമിന ബിൻതു വഹബിൻ ബിനു അബ്ദി മനാഫിൻ ബിനു സുഹൈറ ബിൻ കിലാബ്, പ്രവാചകന്റെ കുടുംബ പരമ്പരയിലേക്ക് എത്തുന്നത് തന്നെയാണ് ആമിനയുടെയും കുടുംബ പരമ്പര. വഹിയ യൗമഇദിൻ തുഅദ്ദു അഫ്ളല ഇംറഅത്തിൻ ഫീ ഖുറൈശിൻ നസബൻ വ മൗളിഅൻ, ആമിന അന്ന് ഖുറൈശികളിൽ അഴകുകൊണ്ടും പേരുകൊണ്ടും പ്രശസ്തി കൊണ്ടും കുടുംബപരമായിട്ടൊക്കെ വളരെ ആദരവുള്ള സ്ത്രീയായിരുന്നു. അബൂഹ സയ്യിദ് ബനു സുഹറ ഗോത്രത്തിൽ ഏറ്റവും പ്രമുഖനായിരുന്ന അവരുടെ പിതാവ് നസബൻ വഷറഫൻ, ബഹുമാനാദരവും പാരമ്പര്യമായിട്ട്. ഫസവ്വജഹു ബിഹ, അങ്ങനെ ഈ പറയുന്ന ആമിനയെ അബ്ദുള്ളക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ഫബനാ ബിഹ അബ്ദുള്ള ഫി മക്ക, മക്കയിൽ അവർ വീട്ടിൽ കൂടി, ഭാര്യയും ഭർത്താവും അവർ കൂടി ജീവിച്ചു.
വബഅദ ഖലീലിൻ, അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അർസലഹു അബ്ദുൽ മുത്തലിബ് ഇല മദീനത്തി യംതാറു ലഹും തംറ, മദീനയിൽ നിന്ന് കുറച്ച് കാരക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളയെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. ഫമാത ബിഹ, ആ യാത്രയിൽ അബ്ദുള്ള അവിടെ വെച്ച് മരണപ്പെട്ട് രോഗിയായി. അങ്ങനെ ആ മദീനയിൽ വെച്ചിട്ട് മരണപ്പെടുകയും ചെയ്തു. വഖീല ബൽ ഖറജ താജിറൻ ഇല ഷാം, അതല്ല മദീനയിലേക്ക് കാരക്കൊക്കെ പോയതാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അതല്ല, ചരിത്രകാരന്മാർ പറഞ്ഞു ഷാമിലേക്ക് കച്ചവടത്തിന് പോകലുണ്ടായിരുന്നു കുറേശികൾ, ആ കൂട്ടത്തിൽ പോയി അതിലാണ് രോഗം പിടിച്ചു മരിച്ചത് എന്നാണെങ്കിലും ഏതാണെങ്കിലും. ഫഅഖ്ബല ഫീ ഈരി ഖുറൈശിൻ, ഖുറൈശികളുടെ യാത്രാ സംഘത്തിൽ ഷാമിലേക്ക് പുറപ്പെടുകയാണ്. ഫനസല ബിൽ മദീനത്തി വഹുവ മരീദുൻ ഫതുവഫിയ ബിഹാ, അങ്ങനെ മദീനയെത്തുന്ന സമയത്ത് രോഗിയായി, അങ്ങനെ അവിടെ വെച്ച് മരിച്ചു എന്നും അഭിപ്രായമുണ്ട്. വദുഫിന ഫി ദാരിൻ നാബിഗത്തി അൽ ജഅദി, മദീനയിലുണ്ടായിരുന്ന ആ പറയുന്ന സ്ഥലത്ത്, ആ കുടുംബത്തിൻ്റെ അവിടെ മക്കബറയിൽ മരമാടുന്ന സ്ഥലങ്ങൾ അവിടെ കൊണ്ടുപോയി മറമാടപ്പെട്ട അബ്ദുള്ളനെ. വലഹു ഇസാഖ 25 സന, 25 വയസ്സായിരുന്നു അബ്ദുള്ളക്ക്, നല്ല യുവത്വത്തിൻ്റെ ആ സമയത്ത്. പക്ഷേ ഇവരുടെ ഈ വിവാഹത്തിൽ ആമിന ഗർഭിണിയായിരുന്നു. വകാനത്ത് വഫാത്തുഹു ഖബല അൻ യൂലദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിൻ്റെ മുമ്പ് അബ്ദുള്ള മരിച്ചു പോയിട്ടുണ്ട്. വബിഹി യഖൂലു അക്സറുൽ മുഅർരിഖീൻ, ചരിത്രകാരന്മാർ ബഹുഭൂരിഭാഗം ആളുകളും റസൂല് പ്രസവിച്ചു വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അബ്ദുള്ള മരണപ്പെട്ടു എന്നുള്ളതാണ് ബഹുഭൂരിഭാഗം ചരിത്രകാരന്മാരും എഴുതിയത്. ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൻ്റെ 2-3 മാസം കഴിഞ്ഞിട്ടാണ് എന്നൊരു അഭിപ്രായമുണ്ട്. വലമ്മ ബലഗ നഅയുഹു ഇലാ മക്ക റസ്സതുഹു ആമിനത്തു ബി അർവായിൽ മിറാത്ത്, അങ്ങനെ മക്കയിലേക്ക് അബ്ദുള്ള മരണപ്പെട്ട വിവരം എത്തി. അങ്ങനെ ആമിനയും മറ്റുള്ള ആളുകളൊക്കെ ഈ പറയുന്ന വിലാപ കാവ്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. അബ്ദുള്ള മരിക്കുന്ന സമയത്ത് 5 ഒട്ടകങ്ങൾ, കുറച്ച് ആടിൻ്റെ കൂട്ടങ്ങൾ, വജാരിയത്തൻ ഹബിഷിയായ അഥവാ ആഫ്രിക്കൻ വർഗത്തിൽപ്പെട്ട ഒരു അടിമസ്ത്രീ, ഇസ്മുഹ ബറക്ക എന്നായിരുന്നു പേര്. അവരുടെ കുഞ്ഞത്ത് ഉമ്മു ഐമൻ, ആ സ്ത്രീയുടെ പേര് ഉമ്മു ഐമൻ ആയിരുന്നു. ചരിത്രത്തിലൊക്കെ വളരെ പ്രസിദ്ധമായ അറിയപ്പെട്ട സ്ത്രീ. വഹിയ ഹാദിനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു ഐമനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തിയ ബഹുമാനാദരവുള്ള സ്ത്രീയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഇത്രയും സാധനങ്ങളാണ്, ഇത്രയും ഭൗതികമായ സമ്പത്തും വിഭവങ്ങളായിരുന്നു അബ്ദുള്ളക്ക് മരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുകയാണ്. വുലിദ സയ്യിദുൽ മുർസലീൻ ബിശൈബ് ബനി ഹാഷിം ബി മക്കത്ത, മക്കയിലുള്ള ഷുഐബ് ബനു ഹാഷിം എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ, ആ പ്രദേശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് ഈ ലോകത്തേക്ക് വരികയാണ്, പ്രസവിക്കപ്പെട്ടു പ്രവാചകൻ. ഫി സബീഹത്തി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസത്തിൻ്റെ രാവിലെ സമയത്ത്. അത്താസിയ മിൻ ഷഹരി റബീഇനിൽ അവൽ, റബീഉൽ അവൽ മാസത്ത് 9ാമത്തെ ദിവസം. ഈ പറയുന്ന പല അഭിപ്രായങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവൽ മാസത്തിലാണ് ജനിച്ചു എന്നുള്ളതിൽ തന്നെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതിൽ കുറച്ചുകൂടി പ്രബലമായ ഒരു അഭിപ്രായമാണ് ഈ 9ൻ്റെ അന്ന്. ഖുറാഫികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന 12 എന്ന് പറയുന്നത് ഒരുപാട് ബലഹീനമായ അഭിപ്രായമാണ്. തിങ്കളാഴ്ചയാണ് എന്നുള്ളത് സഹിയായ ഹദീസുകളിൽ കൂടെ സ്ഥിരപ്പെട്ടതുമാണ്. എന്നെ പ്രസവിക്കപ്പെട്ടത് തിങ്കളാഴ്ചയാണ്, അതിന് ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് ആ തിങ്കളാഴ്ചയ്ക്ക് ശ്രേഷ്ഠതയുണ്ട്. എന്താണ് ആ ശ്രേഷ്ഠത പ്രവാചകൻ പഠിപ്പിച്ചത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ചെണ്ടമുട്ടല, മദ്ദള, ഭക്ഷണം വിതരണം ചെയ്യല, അതല്ലെങ്കിൽ പ്രകടനം വിളിക്കല, ആളുകൾ കൂടിയാടി നടക്കല, എന്താ അവൻ പഠിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? അന്നത്തെ ദിവസം സുന്നത്തായിട്ട് നോമ്പനുഷ്ഠിക്കുക. അന്നത്തെ ദിവസം അന്നപാനീയങ്ങൾക്ക് ഒഴിവാക്കി സുന്നത്തായ നോമ്പനുഷ്ഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹലോ, എന്തെങ്കിലും ഒരു കാര്യം അതല്ലാത്ത മറ്റുള്ളതുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുമായിരുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളതിൻ്റെ പിന്നിൽ ആഘോഷം, ബഹുമാനം, ആദരവ് എന്ന് പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ആ സുന്നത്തായ നോമ്പ് അവിടുത്തെ സഹാബത്തും താബിഈങ്ങളും മിനീങ്ങളും മുസ്ലിമീങ്ങളും സ്ത്രീകളും പുരുഷന്മാരും അതുപോലെ ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടുപോകുന്ന സുന്നത്തുണ്ട് താൻ. അത്രയേ ഉള്ളൂ. ലി അവ്വലി ആമിൻ മിൻ ഹാദിസത്തിൽ ഫീൽ, ആനക്കലഹം നമ്മൾ മുമ്പ് പറഞ്ഞു. ആ സംഭവം നടന്ന ആ വർഷത്തിൻ്റെ തുടക്കത്തിലാണ്, ഏകദേശം അത് കഴിഞ്ഞ ഉടനെയുള്ള ദിവസങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് ഈ ലോകത്തേക്ക് വന്നത്. വലി 40 സന ഖലത് മിൻ മിൽക്കി കിസ്റ അബു അനുഷർവാൻ. കിസ്റ എന്ന് പറഞ്ഞ പേർഷ്യക്കാരായ ആളുകൾക്കുള്ള ചക്രവർത്തി, ആ മനുഷ്യൻ അധികാരമേറ്റെടുത്ത് 40 വർഷം പൂർത്തിയാകുന്ന ആ സമയത്ത്, അധികാരമേറ്റെടുത്ത് പേർഷ്യക്കാരായിരുന്നു. ഇന്നത്തെ ഇറാൻ, ഇറാഖ് പോലത്തെ പ്രദേശങ്ങൾ, സിന്ധ്, ഹിന്ദ്, പാകിസ്ഥാൻ പോലത്തെ ആ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിനാണ് പേർഷ്യ എന്ന് പറയുന്നത്. ഫാരിസ് എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഫാരിസ് എന്ന് പറയുന്ന ഭാഷ ഇന്നും ഇറാനികളൊക്കെ ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരി ചക്രവർത്തി തീയൻ ആരാധിക്കുന്നവരായിരുന്നു. അവർ തീയൻ ആരാധിക്കുന്ന മജൂസികളായിരുന്നു.
ഷിർക്കിൻ്റെ വലിയ ഷിർക്ക് ചെയ്യുന്ന കുഫറിൻ്റെ ആളുകളായിരുന്നു. കിസ്റ അനൂഷർവാൻ എന്ന് പറയുന്ന ആ ചക്രവർത്തി അധികാരമേറ്റെടുത്ത് 40-ാമത്തെ വർഷത്തിൽ അന്നാണ് പ്രവാചകൻ ജനിക്കുന്നത്. വയുവാഫിഖു ദാലിക 20 അവ 22 മിൻ ഷഹ്രി ഏപ്രിൽ 571 അഥവാ ഇംഗ്ലീഷ് വർഷം 571 വർഷം ഏപ്രിൽ മാസത്തിൻ്റെ 22 അതല്ലെങ്കിൽ 20 571 വർഷം ഇംഗ്ലീഷ് വർഷം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനം മുതൽ കണക്ക് കൂട്ടുന്ന വർഷം മീലാദ് എന്ന് പറയുന്ന ഹസ്ബ മാ ഹഖഖഹു അൽ ആലിമുൽ കബീർ മുഹമ്മദ് സുലൈമാൻ അൽ മൻസൂർ ഫൂരി റഹിമഹുല്ല അദ്ദേഹം ആ പറയുന്ന തീയതികളും കാര്യങ്ങളും കൃത്യമായി വിവരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സമയത്ത് ചില പ്രത്യേകമായ കാര്യങ്ങൾ, ചില പ്രകാശം അവരിൽ നിന്നിട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ ഷാമിലുള്ള കൊട്ടാരങ്ങളൊക്കെ അതുകൊണ്ട് കണ്ടു. അന്നത്തെ ദിവസം ഈ പറയുന്ന കിസ്റ എന്ന പേർഷ്യക്കാരായ ആളുകളുടെ വലിയ ആരാധനാലയങ്ങളിലുള്ള മിനാരങ്ങൾ തകർന്നു. അതേപോലെ തന്നെ മജൂസികൾ വർഷങ്ങളായിട്ട് കത്തിച്ചുകൊണ്ടിരുന്ന തീ കെട്ടുപോയി. അതേപോലെ ബുഹൈറ തടാകത്തിൻ്റെ ചുറ്റുഭാഗത്തുള്ള അമ്പലങ്ങൾ, ഈ പറയുന്ന ചർച്ചുകളൊക്കെ തകർന്നുപോയി. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഖുറാഫികൾ വർഷാവർഷത്തിൻ്റെ നബിദിനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. ചരിത്രത്തിൻ്റെ യാതൊരു പിൻബലവും ഇതിനില്ല. സഹിഹായ ഹദീസുകൾ, സനദുകൾ, സ്വീകാര്യോഗ്യമായ തെളിവുകളോ ഹദീസുകളോ ഈ പറയുന്ന ഒന്നിലും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാന ആദരവിൻ്റെ പേരിൽ ഇല്ലാത്തത് നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട ആവശ്യവുമില്ല. ഉള്ളത് തന്നെ ധാരാളം ഉണ്ട് താനും. അതേപോലെ ഈ പറയുന്ന വലം യഖഅ താരിഖ് തിൽക്കല്ലും ആ പറയുന്ന കാര്യങ്ങൾ ചരിത്രപരമായിട്ട് ഏതെങ്കിലും ഇസ്ലാമികമായിട്ടോ ഇസ്ലാമിൻ്റെ മുമ്പുള്ള ആളുകളോ ഇങ്ങനത്തെ ചരിത്രങ്ങളോ കാര്യങ്ങളോ അത്ഭുതകരമായ വിഷയങ്ങൾ അതുള്ളതാണെങ്കിൽ അത് എഴുതി രേഖപ്പെടുത്തി വെക്കുമായിരുന്നു. അങ്ങനത്തെ യാതൊരു ചരിത്ര പിൻബലവും അതിനൊന്നും ഇല്ല തന്നെ. വലമ്മ വലദത്തുഹു ഉമ്മുഹു ആമിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ചപ്പോൾ പിതാവ് ഏതായാലും മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നീട് അവരുടെ സംരക്ഷണങ്ങൾക്ക് അബ്ദുൽ മുത്തലിബിൻ്റെ കയ്യിലായിരുന്നു. അർസലത്ത് ഇലാ ജദ്ദിഹി അബ്ദുൽ മുത്തലിബ് തുബശ്ശിറുഹു ബിഹഫീദിഹി നിങ്ങൾക്കൊരു പേരമകൻ ജനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ആമിന ആളെ പറഞ്ഞയച്ചു. ഫജാഅ മുസ്തബ്ശിറൻ സന്തോഷവാനായിട്ട് അബ്ദുൽ മുത്തലിബ് വന്നു. വദഖല ബിഹിൽ കാബ ഈ കുഞ്ഞിനെ കൊണ്ട് സന്തോഷമായിട്ട് അള്ളാഹുവിന് നന്ദിയായി കാബ ഷരീഫിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. വദ അല്ലാഹ വശക്കറ ലഹു അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവിനോട് നന്ദി ചെയ്തു. ബിംബങ്ങളോടും വിഗ്രഹങ്ങളോടും ഒന്നുമല്ല, അള്ളാഹുവിനോട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നിർവഹിച്ചു. വഖ്താറ ലഹു ഇസ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്നുള്ള പേര് തിരഞ്ഞെടുത്തു. വഹാദിൽ ഇസ്മു ലം യകുൻ മഅറൂഫൻ ഫിൽ അറബ് ഇതിൻ്റെ മുമ്പ് അറബികളുടെ ഇടയിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേര് സുപരിചിതം അല്ലായിരുന്നു, അങ്ങനെ പേരില്ലായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അള്ളാഹുവിൻ്റെ ഹിക്മത്ത് കാരണം ഈ പറയുന്ന പേരാണ് അബ്ദുൽ മുത്തലിബ് തിരഞ്ഞെടുത്തത്. വഖതനഹു യൗമ സാബിഇഹി കമാ കാനൽ അറബു യഫ്അലൂൻ അറബികൾ ചെയ്യുന്നത് പോലെ 7ാമത്തെ ദിവസം ഈ കുട്ടിയുടെ ഖതന സുന്നത്ത് അത് നിർവഹിക്കുകയും ചെയ്തു. അബ്ദുൽ മുത്തലിബ് സുന്നത്ത് നിർവഹിച്ചു. ഇതും തന്നെ ഖുറാഫികളായ ആളുകൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സമയത്ത് തന്നെ മാർഗം കഴിക്കപ്പെട്ട ആളായിട്ടാണ് ജനിച്ചത് എന്ന് പറയലുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സാദുൽ മആദിലൊക്കെ പറയുന്നത് പോലെ ചരിത്രപരമായിട്ട് സഹിയായ ഹദീസുകൾ സ്വീകാര്യോഗ്യമായതൊന്നും അതിൻ്റെ പേരിൽ അറിയിക്കുന്നതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാ മനുഷ്യർക്കുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ വഹയും സന്ദേശം ലഭിക്കുന്ന റസൂലായിരുന്നു. അതാണ് പ്രത്യേകത. മനുഷ്യ സഹജമായ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കുള്ളതുപോലെ പ്രവാചകനും ഉണ്ടായിരുന്നു. 7ാമത്തെ ദിവസം സുന്നത്ത് നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 5 കാര്യങ്ങൾ മിനൽ ഫിത്ർ ഖംസും മിനൽ ഫിത്രത്തി 5 കാര്യങ്ങൾ തയ്യിബ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൽ ഫിത്രത്തു ഖംസുൻ ശുദ്ധ പ്രകൃതിയിൽ അഥവാ ശരിയായ വക്രതയും വികലതയും ഇല്ലാത്ത ആളുകളാണെങ്കിൽ 5 കാര്യങ്ങൾ അവരൊക്കെ നല്ലതായിട്ട് കണ്ട കാര്യങ്ങൾ, പ്രവാചകന്മാരൊക്കെ ഇത് നടപ്പാക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. 5 കാര്യങ്ങൾ അത് നല്ലതായിട്ടാണ് കണ്ടത്. വികലതയില്ലാത്ത മനസ്സിൻ്റെ ഉടമകൾ, ശുദ്ധമായ വക്രതയില്ലാത്ത മനസ്സിൻ്റെ ഉടമകൾ, വളവും തിരിവുള്ള വക്രതയുള്ള ആളുകളാണെങ്കിൽ ഇതിലൊക്കെ അവർക്ക് തെറ്റുകൾ കണ്ട് പിടിക്കാനും കഴിയും. ശരിയായ മനസ്സിൻ്റെ ശുദ്ധ പ്രകൃതിയുടെ ഉടമകളായ ആളുകൾ നല്ലതായിട്ട് കണ്ട 5 കാര്യങ്ങൾ. അതിൽപ്പെട്ട 1ാമത്തേതാണ് ഖിതാൻ എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം, ശത്രുക്കളായ ഇസ്ലാമിനോട് വെറുപ്പിൻ്റെ പേരിൽ കുഫാറുകൾ, ശത്രുക്കളായ ആളുകൾ പലരും ഇതിനെ വിമർശിക്കുന്നു. ശരിക്കും ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ഇത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വൃത്തിയും വളരെ ശുദ്ധിയും അവരുള്ള ഈ വൃത്തികേടുകളും വഴക്കുകളൊക്കെ പോകാനും മറ്റുള്ള എല്ലാ നിലക്കും അത് പവിത്രമായ ഒരു പണിയാണെന്നുള്ളത് ആളുകൾക്കറിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ശത്രുക്കൾ പലരും ഇതിൻ്റെ പേര് വച്ചുവെക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയാൽ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളില്ലാത്ത ആളുകളൊക്കെ ഈ പറയുന്ന കാര്യം ചെയ്യുന്നവരാണ്. ഇതിൻ്റെ നന്മ അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഖിതാനി എന്ന് പറയുന്നത്
അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഇസ്തിഹ്ദാദ്. ഇസ്തിഹ്ദാദ് എന്ന് പറയുന്നത് ലൈംഗിക അവയവങ്ങളുടെ ചുറ്റുഭാഗത്തുമുള്ള ആ മുടികൾ വടിച്ചു കളയുക എന്നുള്ളതാണ്. വൃത്തിയും കാര്യങ്ങൾക്കും അത്യാവശ്യമാണ്. ബാക്ടീരിയകളും രോഗങ്ങളും വൃത്തിഹീനമായ അന്തരീക്ഷവും പരിസരം ഇല്ലാതിരിക്കും. നത്തുഫുൽ ഇബ്ത്ത് എന്ന് പറഞ്ഞ കക്ഷത്തിലുള്ള രോമത്തിനെ പറിച്ചു കളയുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ്. വടിച്ചു കളയലല്ല, വെട്ടിക്കളയലും അല്ല. ആ പറയുന്ന സുന്നത്ത് നടപ്പാക്കാൻ അത് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അതിന് ശീലിക്കണം, അത് തയ്യാറാകുമാണ്. നത്തുഫു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റുള്ള സ്ഥലത്തുനിന്ന് ഹൽക്കുൽ ആനത്ത് എന്നാ പറഞ്ഞു. ലൈംഗികാവയവത്തിന്റെ ചുറ്റുഭാഗത്തുള്ള ആ മുടി അത് വടിച്ചു കളയാം. വടിക്കാന്നുള്ള വാക്ക് അറിയാത്തത് കൊണ്ടല്ല പ്രവാചി ഇവിടെ നത്തുഫുൽ ഇബ്ത്ത് എന്നാ പറയും. നത്തുഫു എന്നെ പറിച്ചു കളയാം. അത് ശീലിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ശീലിക്കാൻ തയ്യാറാണ്, സുന്നത്ത് നടപ്പാക്കുക എന്നുള്ള നിലക്ക്. അത് തുടക്കത്തിൽ ചിലപ്പോൾ ശീലിക്കാത്തവർക്ക് കുറച്ച് വേദന അനുഭവപ്പെടും. ശീലിച്ചു കഴിഞ്ഞാൽ അത് വളരെ ലളിതമായൊരു പ്രവർത്തനമാണ്, ആ സുന്നത്ത് നിർവഹിക്കാവുന്നതേ ഉള്ളൂ. ബിദഅത്തിൽപ്പെട്ട ഒരാൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് അവന്റെ ബിദഅത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കക്ഷരോമം അങ്ങനെ പറിച്ചൊഴിവാക്കാൻ തുടങ്ങി. അവന് വന്നിട്ട് ഗൗരവത്തോടുകൂടി അവൻ്റെ അടുത്തുള്ള ആശയങ്ങൾ ചിലത് പറയാൻ നേരത്ത് ഇദ്ദേഹം തൻ്റെ കക്ഷരോമങ്ങൾ ഇങ്ങനെ പറിച്ചൊഴിവാക്കാൻ തുടങ്ങി. അപ്പോൾ ബിദഅത്തിന്റെ ആൾക്ക് അവന് തോന്നി, മനസ്സിലായി ഇത് അവനെ ഇൻസൾട്ട് ചെയ്യാണ് എന്നുള്ളത്. ഞാൻ വളരെ ഗൗരവത്തിൽ നിങ്ങളോട് ദീനിന്റെ കാര്യങ്ങൾ പറയുന്നു, അപ്പം നിങ്ങൾ എന്നെ പരിഹസിക്കുന്നത് പോലെ ഈ പറയുന്ന പ്രവൃത്തി കക്ഷരോമങ്ങൾ പറിച്ചൊഴിവാക്കുന്നു, ഇതെന്ത് പണിയാണ്, ഇതെന്ത് അദബാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, നീ പറയുന്നത് ബിദഅത്തും ഹവയുമാണ്, ഞാൻ സുന്നത്തായ മഹത്തായ ഒരു അമല് ചെയ്യാണ്, ഞാൻ സുന്നത്തായ ഒരു കാര്യം ചെയ്യാണ്. അപ്പം അത് ശീലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേപോലെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുക. നഖ്ഫുൽ ഇബ്ത്, തഖ്ലീമുൽ അൾഫാർ, നഖങ്ങൾ മുറിക്കുക. നഖങ്ങൾ മുറിക്കുക എന്ന് പറയുന്നത് സുന്നത്തിൽപ്പെട്ടതാണ്. അതിൽ ഉലുവ് ഒഴിവാക്കുമാണ്. ഉലുവ് ഒഴിവാക്കണം. നഖം മുറിക്കുന്ന വിഷയത്തിൽ കയ്യിൻ്റെയും കാലിൻ്റെയും നഖം മുറിക്കുന്നതിൽ ആളുകൾ ഉലുവ് കാണിക്കലുണ്ട്. പരിധി വിട്ടിട്ട് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് മുറിച്ചിട്ട് പോകുന്നു. അത് രോഗങ്ങളും അസുഖങ്ങൾ വന്നടയാനും പിന്നീട് പഴുപ്പും അസ്വസ്ഥങ്ങളും അനുഭവപ്പെടാനും നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ ഈ പറയുന്ന അസുഖത്തിൻ്റെ ആളുകളാണ്. പരിശോധിച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് കാലിലൊക്കെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലും പല സ്ത്രീകളിലൊക്കെ അത് കാണും. അതിലുള്ള ഉലുവ് ഒഴിവാക്കണം. അത് പണ്ഡിതന്മാരത് കൃത്യമായിട്ട് ആ വിഷയം പറയുന്നുണ്ട്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലൊക്കെ സൗദി അറേബ്യൻ്റെ മുഫ്തി അദ്ദേഹമൊക്കെ ഉംദത്തുൽ അഹ്കാമിലൊക്കെ വിശദീകരിക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് ശരീരത്തിലുള്ള ഈ പറയുന്ന നഖങ്ങൾ വളർന്നു വന്ന് നഖത്തിൻ്റെ തലഭാഗത്തുള്ള മാംസത്തിൻ്റെ അതുവരെ നിങ്ങൾ ഒന്നും ചെയ്യാതെ വെക്കുക. അവിടുന്ന് ഏറെ വരുന്നത് മുറിച്ചൊഴിവാക്കുകയാണ്. നേരെ മറിച്ച് ഉള്ളിലേക്ക് കയറ്റി മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെളുത്ത നഖങ്ങൾ, വളർന്ന നഖങ്ങൾ ഇങ്ങനെ പിന്നെയും കാണും. അപ്പോൾ വീണ്ടും ഉള്ളിലേക്ക് മുറിക്കുക. അത് സുന്നത്തല്ല. ഖുറാഫികൾ ആ വിഷയത്തിൽ ഉലുവ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഖുറാഫിയുടെ മദ്രസകളിലും പള്ളികളിലും അവർ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുള്ള ഈ കട്ടർ പോലത്തെ നഖം വെട്ടുന്ന ഉപകരണങ്ങൾ, അതിലുള്ള ചില സാധനങ്ങൾ കൊണ്ട് തോണ്ടി തുഴഞ്ഞ് വെള്ളം ഉള്ളിലേക്ക് ചെയ്യാനും പിന്നെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് പഴുത്ത് വൃണമായി വൃത്തിഹീനമായി ദുർഗന്ധമുള്ള അവസ്ഥയിലേക്ക് എത്തും. അത് സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരും അത് മനസ്സിലാക്കണം. അതല്ലാതെ ഉള്ളിലേക്ക് അത് കയറ്റി മുറിക്കുക എന്നുള്ളത് ഒരിക്കലും സുന്നത്തില്ല. അത് ഉലുവാണ്, പരിധി വിടലാണ്, പഠിപ്പിച്ചതിൻ്റെ അപ്പുറം ചെയ്യലാണ്. അറബികളായ ആളുകൾ ആ കാര്യത്തിൽ ഇതിലേറെ ശ്രദ്ധിക്കുന്നവരാണ്. ഈ പറയുന്ന രോഗം, അസുഖം, ഈ നഖത്തിൻ്റെ ഈ പ്രയാസകരമായ വൃത്തിഹീനമായ അവസ്ഥകൾ ബഹുഭൂരിഭാഗം ആളുകളിൽ നമ്മൾ കാണുന്നില്ല. അവരുടെ ഇടയിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുണ്ട്. കാലാവസ്ഥ പോലത്തെ ഈ വെള്ളം, മഴയും ഇങ്ങനത്തെ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുള്ളത് വീണ്ടും അത് പ്രയാസപ്പെടുത്തും. തഖ്ലീമുൽ അൾഫാർ, ഖസ്സു ഷാരിബി എന്ന് പറയും മീശയുടെ രോമം വെട്ടി ചെറുതാക്കുക എന്നുള്ളതാണ്. മീശരോമം വെട്ടി ചെറുതാക്കുക. അത് മീശ നീട്ടുന്നതും അത് വളർത്തുന്നതും മജൂസികളായ കുഫാറുകളായ ആളുകളെ അനുകരിക്കലാണ്. ഇതൊക്കെ ഫിത്രത്തിൽപ്പെട്ടത്, ശുദ്ധ പ്രകൃതിയിൽപ്പെട്ട കാര്യങ്ങളാണ്. തയ്യിബ്. അങ്ങനെ പിന്നെ അവ്വലു മൻ അർളഅതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് മുലയൂട്ടുക എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് ദിവസം അവിടുത്തെ മാതാവായ ആമിന തന്നെ മുലയൂട്ടി. വഅവ്വലു മൻ അർളഅതുഹു മിനൽ മറാളി വദാലിക ബഅദ ഉമ്മിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ മാതാവിൻ്റെ ശേഷം, മാതാവാണ് ആദ്യ ദിവസങ്ങൾ മുലയൂട്ടി. അതിൻ്റെ ശേഷം ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം സുവൈബത്ത് എന്ന് പറയുന്ന അടിമസ്ത്രീ, സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമസ്ത്രീയാണ് പിന്നീട് മുലകൂട്ടി കുറച്ച് ദിവസം. മൗലാത്തു അബീ ലഹബിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്ന തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറയുന്ന ആയത്തിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാപകോപത്തിന്റെ വചനങ്ങൾ പറഞ്ഞ അബൂ ലഹബി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ അടിമസ്ത്രീയാണ്. പ്രവാചകനല്ല, സഹോദരന്റെ മകനാണ്, കുടുംബപരമായ ബന്ധാണ്. അപ്പോൾ ആ അടിമസ്ത്രീയാണ് പ്രവാചകന് കുറച്ച് ദിവസം മുലയൂട്ടി. ബിലബനി ബിനില്ലഹ യുഖാലു ലഹു മസ്റൂഹ്, ഈ പറയുന്ന അടിമസ്ത്രീക്ക് ഒരു കുട്ടിൻ്റെ മസ്റൂഹ് എന്നുള്ള
അങ്ങനെ ആ കുട്ടിയുള്ള സമയത്ത് അവരുടെ മുലയിൽ മുലപ്പാലുണ്ടായിരുന്നു. അങ്ങനെ അവരും മുലയൂട്ടി. ഈ പറയുന്ന സുവൈബത്തുൽ അസ്ലമിയെ മുസ്ലിമായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. കുറച്ചുകൂടി പ്രബലമായ അഭിപ്രായം ആ സ്ത്രീ ഇസ്ലാമിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്, മുസ്ലിമായിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു അലം. വക്കാൻ ഇബ്നു മന്ദർ റഹ്മഹുള്ളൊക്കെ പറഞ്ഞു മുസ്ലിമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വക്കാനത്ത് ഖദ് അർളഅത് ഖബ്ലഹു ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. ഈ പറയുന്ന സുവൈബ എന്ന് പറയുന്ന അടിമസ്ത്രീ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, റസൂലും ഹംസ റളിയല്ലാഹു അൻഹു വളരെ അടുത്ത പ്രായക്കാരായിരുന്നു. അദ്ദേഹത്തിന് മുല കൊടുത്തിട്ട് കുട്ടിയാകുമ്പോൾ വഅർളഅത് ബഅദഹു അബാ സലമത ബിൻ അബ്ദുൽ അസദിൽ മഖ്സൂമി, അബൂ സലമ റളിയല്ലാഹു അൻഹുക്ക് അദ്ദേഹത്തിന് മുലയൂട്ടിയിട്ടുണ്ട്. ഈ സ്ത്രീ അടിമസ്ത്രീ വലിയ വലിയ ബഹുമാന ആദരണീയരായ ആളുകൾക്കൊക്കെ മുല കൊടുക്കുക എന്നുള്ള പണി ചെയ്തിട്ടുണ്ട്. ഹിദായത്ത് വേറെയാണ്, സേവനങ്ങൾ വേറെയാണ്. അതിൻ്റെ ശേഷം പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഹരീമ എന്ന് പറയുന്ന സ്ത്രീ മുല കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ അവരുടെ കുടുംബത്തിലേക്ക്, നാട്ടിലേക്ക്, വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വക്കാനത്തിൽ ആദത്തു ഇൻദൽ ഹാദിരീന മിനൽ അറബ്, അറബികളായ പരിഷ്കൃതരായ ആളുകൾ, ഗ്രാമീണരായ ആളുകൾ, പരിഷ്കൃതർ എന്ന സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ടൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ള അറബികൾ, അവരുടെ പതിവ് അൻ യൽതമിസു അൽ മറാളി അലി ഔലാദിഹിം, അവരുടെ കുട്ടികൾക്ക് മുല കൊടുക്കാൻ വേണ്ടി അങ്ങനത്തെ സ്ത്രീകൾ അന്വേഷിക്കുക എന്നുള്ള പതിവ് അവർക്കുണ്ടായിരുന്നു. കുറച്ച് സമ്പത്തും ശേഷിയും പ്രാപ്തിയും ഒക്കെയുള്ള സമൂഹത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള ആളുകൾ കുട്ടികൾക്ക് മുല കൊടുക്കാൻ വേണ്ടി വേറെ സ്ത്രീകളെ ഏൽപ്പിക്കുമായിരുന്നു. അതിനവർ കാരണം കണ്ടിരുന്നത് ഇബ്തിആദല്ലഹും അൻ അംറാദിൽ ഹവാദിർ, പട്ടണങ്ങളിലും അതേപോലെ തന്നെ സാമൂഹികമായി പല നാട്ടിൽ നിന്ന് ആളുകൾ വരുന്നവർ പല ആളുകളുമായി ഇടപഴകുമ്പോൾ അവിടെ പല ജാതി രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, പല അസുഖങ്ങൾ, ബാക്ടീരിയ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നേരെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോയാൽ അവിടെ സൈലൻ്റായ, സ്വസ്ഥമായ, അവിടെ മറ്റുള്ള ആളുകളുമായി ഇടപഴകലില്ലാത്ത ഒരന്തരീക്ഷം ഈ കുട്ടികൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരാവശ്യം അതിൻ്റെ പിന്നിലുണ്ട്. അതേപോലെ തന്നെ വലിയ തഖ്വ അജ്സാമുഹും, ഈ കുട്ടികളുടെ ശരീരങ്ങൾ ശക്തി പ്രാപിക്കും അവിടെ ചെന്നാൽ. അവിടെ ഉള്ളത് മുഴുവനും ഒറിജിനലായിരിക്കും. ഭക്ഷണങ്ങളാണെന്നുണ്ടെങ്കിൽ, പാനീയങ്ങളാണെങ്കിൽ, അവിടുത്തെ കാലാവസ്ഥയാണെങ്കിൽ അതൊക്കെ വളരെ ശുദ്ധമായതായിരിക്കും. പട്ടണങ്ങളൊക്കെ ഉള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വായു മലിനീകരണങ്ങൾ കാര്യങ്ങളും എന്നും നമ്മൾ കേൾക്കുന്നത്. അതിന് വലിയ തഖ്വ അജ്സാമുഹും വതഷ്തദ്ദ അഅസാബുഹും, അവരുടെ പേശികളൊക്കെ ബലം കൂടാൻ വേണ്ടി അശുദ്ധമായ കാലാവസ്ഥയും അന്തരീക്ഷവും അവിടുത്തെ വിഭവങ്ങളും അതൊക്കെ കാരണം. വയുത്ഖിനുൽ ലിസാനൽ അറബി ഫി മഹദിഹിം, അവരുടെ തൊട്ടിയിൽ വെച്ച് തന്നെ അറബി ഭാഷ ക്ലിയറായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കി പറയാനും സംസാരിക്കുക. പട്ടണങ്ങളിലാകുമ്പോൾ മറ്റുള്ള പ്രദേശങ്ങളിൽ ആളുകൾ വന്നിട്ട് പല ഭാഷകളുടെ സങ്കര ഇനങ്ങളായിരിക്കും കിട്ടും, പലതുമായിരിക്കും കിട്ടും. അപ്പോൾ അറബി പഠിക്കുന്ന പണ്ഡിതന്മാരൊക്കെ അന്ന് 2, 3, 4 വർഷമൊക്കെ ഗ്രാമങ്ങളിൽ പോയി മാത്രം കഴിച്ചു കൂട്ടുമായിരുന്നു. അറബി ഭാഷയുടെ അതിൻ്റെ ഗ്രാമറും നിയമങ്ങളും നഹവിൻ്റെ ഓരോ കാര്യങ്ങൾ അത് എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കാൻ 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം ഗ്രാമങ്ങളിൽ മാത്രം പോയി താമസിക്കുമായിരുന്നു അത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പട്ടണത്തിലാകുമ്പോൾ അത് മുഴുവൻ കിട്ടൂല, സങ്കരയിനമായിരിക്കും, മറ്റുള്ള പലതുമായി കൂടിക്കലർന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവായി കിട്ടാൻ അങ്ങനെ ഫൽതമസ അബ്ദുൽ മുത്തലിബിൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മറാദിയ, അബ്ദുൽ മുത്തലിബ് അതുകൊണ്ട് തന്നെ തൻ്റെ പേരമകന് മുല കൊടുക്കുന്ന സ്ത്രീകളെ അന്വേഷിച്ചു. അങ്ങനെ വസ്തറല്ലാഹു ഇമ്രഅത്തൻ മിൻ ബനി സഅദ് ബിൻ ബക്കർ, ബനു സഅദ് ബിൻ ബക്കറിൽപ്പെട്ട ഒരു സ്ത്രീയാണ് മുല കൊടുക്കാൻ വേണ്ടി സ്ത്രീയായിട്ട് അബ്ദുൽ മുത്തലിബ് സ്വീകരിച്ചത്. അവരുടെ പേര് ഹലീമ എന്നാണ് റളിയല്ലാഹു അൻഹ. ബിൻതു അബീ ദുഐബിൻ അബ്ദുല്ലാഹി ബിൻ അൽ ഹാരിസ് വസൗജുഹാ അൽ ഹാരിസ് ബിൻ അബ്ദുൽ ഉസ്സ അൽ മുക്കന്ന ബി അബീ കബ്ഷ മിൻ നഫ്സിൽ ഖബീല. ആ കുടുംബത്തിൽപ്പെട്ട തന്നെ അബൂ കബ്ഷ എന്നുള്ള കുഞ്ഞത്തുള്ള ഹാരിസ് എന്ന പേരുള്ള ആളായിരുന്നു ഹലീമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്. അവർ ബനു മഖ്സൂം ഗോത്രത്തിൽ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. ബനു സഅദ് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. വ ഇഖ്വതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനാക മിൻ അർ-റളാ, മക്കയിൽ നിന്നുള്ള മറ്റു ചില ആളുകളും ഈ പറയുന്ന ഹലീമക്ക് മറ്റു കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. വ ഇഖ്വതുഹു ഹുനാക മിൻ അർ-റളാ, ആ പറയുന്ന ഹലീമ ഭാഗത്തിൽ കൂടെ റസൂലിൻ്റെ മുലകുടി ബന്ധത്തിൽ കൂടെ സഹോദരിമാർ അബ്ദുല്ലാഹി ബിൻ ഹാരിസ്, ഉനൈസ ബിൻതുൽ ഹാരിസ്, ഹുദാഫ അതല്ല ജുദാമ ബിൻതുൽ ഹാരിസ്, വഹിയ അശ്ശൈമ, ഷൈമ എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കളിക്കാനും കൂടെ നടക്കാനും ഉണ്ടായിരുന്ന ഹലീമയുടെ മറ്റൊരു കുട്ടിയാണ് ഷൈമ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. അവരുടെ യഥാർത്ഥ പേര് ഹുദാഫ അതല്ല ജുദാമ എന്നായിരുന്നു. അവരുടെ ഈ പറയുന്ന ഷൈമ എന്നുള്ള പേരിൽ പ്രസിദ്ധമായി എന്നുള്ളത്. വക്കാനത്ത് തഹദുനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹലീമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുല കൊടുക്കാൻ വേണ്ടി സ്വീകരിച്ചിരുന്നു. അതേപോലെ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു അമ്മി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ പിതൃവ്യനായ അബ്ദുൽ മുത്തലിബിന്റെ മകനായ ഹാരിസിന്റെ മകനായ അബൂ സുഫിയാനും ഈ ഹലീമ മുല കൊടുത്ത് വളർത്തിയിരുന്നു.
ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്ത്രീ അവൾക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് തന്നെ മുല കൊടുക്കാൻ അവൾ കഴിയാത്ത അവസ്ഥ, അതിൻ്റെ പേരിലുള്ള പ്രയാസങ്ങൾ, ഈ പറയുന്ന സ്ത്രീകളൊക്കെ അന്ന് സാമ്പത്തികമായി വളരെ പരാധീനമായ അവസ്ഥയിലായിട്ട് പോലും സ്വന്തം കുട്ടികളുണ്ടെങ്കിലേ മുലയുണ്ടാവുള്ളൂ, മുലയിൽ പാലുണ്ടാവുള്ളൂ. ആ പറയുന്ന ഒരു കുട്ടി 2 കുട്ടിയൊക്കെ അവർ വീണ്ടും പുറത്തുനിന്ന് എടുത്ത് കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തിന് എന്തെങ്കിലും വരുമാന മാർഗത്തിന് വേണ്ടി. സുബ്ഹാനല്ലാഹ്, എത്ര കഷ്ടപ്പാടും ദുരിതങ്ങളുമായിരുന്നു അവരൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെട്ടത്. വക്കാന അമ്മുഹു ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് മുസ്തർലിയൻ ഫി ബനി സഅദ് ബിൻ ബക്കർ. ആ കുടുംബത്തിൽ മറ്റൊരു സ്ത്രീൻ്റെ അടുത്ത് ഹംസ റളിയല്ലാഹു അൻഹു മുല കുടിച്ച് വളരുന്നുണ്ട സമയത്ത് ഫഅർളഅതു ഉമ്മുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. ഒരു ദിവസം ഹംസയുടെ മാതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുല കൊടുത്തു. വഹുവ ഇൻദ ഉമ്മിഹി ഹലീമയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഫകാന ഹംസത്തു റളിയ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജിഹത്തി. 2 ഭാഗത്തിൽ കൂടെ ഹംസ റളിയല്ലാഹു അൻഹു റസൂലും പിതൃവ്യനാണ്, അതോടുകൂടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരുമായിരുന്നു. ഒന്ന് സുവൈബിയ എന്ന് പറഞ്ഞ ഈ അടിമ സ്ത്രീ അബൂലഹബിൻ്റെ, മറ്റൊന്ന് ഈ ഹലീമ എന്ന് പറയുന്ന സ്ത്രീ. 2 ഭാഗത്തിൽ കൂടെ അതും ഉണ്ടായിരുന്നു. വറഅത് ഹലീമത്തു മിൻ ബറകതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലത് മിൻഹുൽ അജബ്. അത്ഭുതം പെടാവുന്ന നിലക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറാത്തുകളും ബറക്കാത്തുകളും ഈ മുല കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഹലീമക്ക് അനുഭവപ്പെട്ടു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുല കൊടുക്കുന്ന സമയത്ത് അവർ തന്നെ ആ കാര്യങ്ങൾ പറയുന്നതാണ്. ഷെയ്ഖ് റഹ്മഹുള്ള പറയാണ്, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മഹുള്ള പറയാണ്, കാനത്ത് ഹലീമത്തു ഹദ്ദിസ്. ഹലീമ പറയാണ്, അന്നഹ ഖറജത്ത് മിൻ ബലദിഹ മഅ സൗജിഹ. അവരുടെ ബനു സഅദ് ഗോത്രത്തിൽ നിന്ന് അവരുടെ ഭർത്താവിൻ്റെ കൂടെ അവർ പുറപ്പെട്ടു. വബ്നില്ലഹ സഗീരിൻ, ചെറിയൊരു കുട്ടി കൂടണ്ട് താനും. തുർലിയഹു, ആ കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ട് ഫീ നിസ്വത്തി മിൻ ബനി സഅദ് ബിൻ ബക്കർ. ബനു സഅദ് ബിൻ ബക്കർ കുടുംബത്തിൽ നിന്നുള്ള വേറെ സ്ത്രീകളുണ്ട്. തെൽത്തമിസുറുള്ള ആ മുല കൊടുക്കാൻ പറ്റുന്ന കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട് മക്കയിലേക്ക് വരികയാണ് അവർ. ഖാലത്ത്, ഹലീമ പറയാണ്, വദാലിക ഫീ സനത്തിൻ ഷഹബ. വളരെ ക്ഷാമം പിടിച്ച, ബറം പിടിച്ച, മഴയില്ല, കൃഷിയില്ല, വിഭവങ്ങളൊന്നുമില്ലാത്ത കഷ്ടപ്പാട് പിടിച്ചൊരു വർഷമായിരുന്നു. ലം തുബഖീലനാ ശൈഉൻ, ഒന്നും തന്നെ ഞങ്ങൾക്കോ ഞങ്ങളുടെ കാലികൾക്കോ ശേഷിക്കാത്ത, ജീവിക്കാനുള്ള ഉപാധികളൊന്നും തന്നെ ഇല്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു. ഹലീമ പറയാണ്, ഫഖറജ്തു അലാ അതാനില്ലി ഖംറ. വെളുത്ത നിറമുള്ള ഒരു പെൺ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. വമഅന ഷാരിഫുല്ലന, പ്രായം ചെന്ന് ഒട്ടി മെലിഞ്ഞ ഒരു ഒട്ടകം ഞങ്ങളെ കൂടാതെ ഉണ്ട്. വല്ലാഹി മാ തബിളു ബി ഖത്ര, ഒരു തുള്ളി പാല് അത് ചുരത്തുന്നില്ല. ആ പറയുന്ന ഒട്ടകം പ്രായാധിക്യമുണ്ട്, ഒട്ടിമെലിഞ്ഞതാണ്. അങ്ങനെ ഒരു തുള്ളി പാല് അത് ചുരത്തുന്ന അവസ്ഥയിലല്ല ഞങ്ങൾ പോന്നപ്പോൾ. വമാ നനാമു ലൈലന അജ്മ മിൻ സബിയ്യിനല്ലദീ മാന. ഞങ്ങളെ കൂടെയുള്ള ഈ കുട്ടി കാരണം, ഞങ്ങൾ കൂടെയുള്ള ചെറിയ കുട്ടി കാരണം അന്നത്തെ രാത്രി പൂർണ്ണമായിട്ട് ഞങ്ങൾ കണ്ണ് കൂട്ടിയിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. മിൻ ബുക്കാഇഹി മിനൽ ജൂ, വിശപ്പിൻ്റെ കാഠിന്യമായിട്ട് ആ കുഞ്ഞ് കരയാണ്. അതിന് കൊടുക്കാനുള്ള പാല് ശരിക്ക് ഈ സ്ത്രീയിലില്ല, പാലായിട്ട് മൃഗത്തിലുമില്ല. മാ ഫി സദീമ യുഗ്നീഹി, ആ കുട്ടിക്ക് ആവശ്യത്തിന് കുടിക്കാനുള്ള പാല് എൻ്റെ മുലയിലില്ല. ഒമാ ഫി ഷാരിഫിന മാ യുഗ്നീഹി, ആ കുട്ടിക്ക് എന്തെങ്കിലും ഭക്ഷണമായിട്ട് കൊടുക്കാൻ ഞങ്ങളുടെ ആ ഒട്ടകത്തിൽ പാലായിട്ടുമില്ല. വലാകിൻ കുന്നാ നർജു അൽ ഗൈസ വൽ ഫർഹ്, എങ്കിലും ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോയത്. ഇത്തരം പ്രയാസകരമായ ജീവിതം, അവർക്ക് കഴിക്കാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല, കുഞ്ഞിന് കൊടുക്കാനൊന്നുമില്ല. എന്നിട്ട് അവിടുന്ന് ഗ്രാമങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് രാത്രി ഉറക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ക്ഷീണിച്ച് തളർന്നുകൊണ്ട് അവർ മക്കയിലേക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയെങ്കിൽ മുല കൊടുക്കുക. ഇവിടെ ആദിക്ക കുഞ്ഞിന് കുടിക്കാനുള്ള പാലില്ലാത്ത സ്ത്രീ അന്വേഷിക്കുന്നു. എന്നിട്ടുകൂടി അവർ പറയാണ്, വലാകിൻ കുന്നാ നർജുൽ ഗൈസ വൽ ഫറജ്, അള്ളാഹുവിൻ്റെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുക, അള്ളാഹു എന്തെങ്കിലും ആശ്വാസം ഉണ്ടാക്കിത്തരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഈ സത്യനിഷേധികളായ കുഫാറുകളായ ആളുകളുടെ ഇടയിൽ ഇടകലർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്ന മഹത്തായ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് ഈ പറഞ്ഞത്. എത്ര ദുരിതങ്ങളുണ്ടെങ്കിലും, എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസം വരും. അള്ളാഹു എന്തെങ്കിലുമൊക്കെ ഒരു ഫറജ്, അള്ളാഹു എന്തെങ്കിലുമൊക്കെ ഒരു സഹായം നമുക്ക് നൽകും എന്ന് പറയുന്ന അമിതമായ അള്ളാഹുവിൻ്റെ ശക്തമായ പ്രതീക്ഷ. നമുക്ക് പലപ്പോഴും നിരാശയാണ് കൂടുതലുണ്ടാകുക, അല്ലേ? നമ്മുടെ മുന്നിൽ വിഭവങ്ങളും സൗകര്യങ്ങളും സാധ്യതകളും പല ഭാഗത്തുണ്ടെങ്കിൽ പോലും, തുറന്നു കിടക്കുന്നുണ്ടെങ്കിലും നമ്മളെ പലപ്പോഴും നിരാശ പിടികൂടും. അറബികൾ ഇന്നും അവരെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകും. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ, പ്രത്യേകിച്ച് അവരുടെ വേഷത്തിലും കാര്യത്തിലും വസ്ത്രത്തിലും താടിയിലും മുഖത്തിലും ഇസ്ലാമിൻ്റെ വേഷങ്ങളില്ലെങ്കിൽ പോലും എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ നമ്മുടെ രേഖകളുടെ കാര്യത്തിലോ ഇക്കാമയുടെയോ മറ്റുള്ള വിഷയങ്ങളോ ചെന്ന് റബ്ബുനാ യസ്സർ, റബ്ബുനാ യസ്സർ, ഏറ്റവും ആദ്യം ആ വാക്ക് പറയും. നമ്മൾ റബ്ബ് കാര്യങ്ങൾ എളുപ്പാക്കും. എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ വാക്കാണ് റബ്ബുനാ യസ്സർ. അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുക.
അള്ളാഹുവിൽ നിന്നുള്ള ഫറജ്, ആശ്വാസത്തിന്, സഹായത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുക. ഈ പറയുന്ന സ്ത്രീ പറയാണ്, വലാക്കിൻ കുന്ന നിർജുൽ ഗൈസ വൽ ഫറജ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം, അവൻ്റെ ആശ്വാസം ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടുപോയി. ഫഖറജ്തു അലാ അതാനി തിൽക, എൻ്റെ ആ കഴുതപ്പുറത്ത് കയറിക്കൊണ്ട് ഞാൻ പുറപ്പെട്ടു. ഫലഖദ് അദമ്മത് ബിർറക്ബി, ആ കഴുത യാത്ര സംഘത്തിന് മുഴുവനും പ്രയാസപ്പെടുത്തി. ഹത്താ ഷഖദാലിക അലൈഹിം ലൈഅൻ വഇജ്ഫ, അതിൻ്റെ ആ മെലിഞ്ഞൊട്ടിയ അവസ്ഥ, ശരീരപ്രകൃതി, നടക്കാൻ കഴിയാത്ത ബലഹീനമായ അതിൻ്റെ അവസ്ഥ മറ്റുള്ള യാത്രക്കാർക്ക് പോലും ഞങ്ങളൊരു ഭാരമായി തീർന്നു. അവരെ കൂടെ എത്താതെ ഞങ്ങൾ കാത്തുനിന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പോകേണ്ട അവസ്ഥ അവർക്ക് വന്നു. ഏതാണെങ്കിലും ഹത്താ ഖദിംനാ മക്ക, ഞങ്ങൾ മക്കയിൽ ചെന്നു. നെൽത്തമിസുറുള്ള ആ മല കൊടുക്കാനുള്ള കുട്ടികളെ നമ്മൾ തേടിക്കൊണ്ട്. ഫമാ മിൻ ഇംറഅത്തുൻ ഇല്ലാ വഖദ് ഉരിള അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഉബ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോ സ്ത്രീയുടെ അടുത്തും അബ്ദുൽ മുത്തലിബും ആമിനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഈ കുഞ്ഞിനെ അവരുടെ മുന്നിൽ കാണിച്ചു, മല കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളടുത്തൊരു കുഞ്ഞുണ്ട്, ഞങ്ങൾക്കൊരു സ്ത്രീയെ വേണം. അപ്പോൾ ഫതഉബാഹു, ആ പെണ്ണുങ്ങൾ, സ്ത്രീകൾ മുഴുവനും ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും. ഇത് ഖീല ലഹ ഇന്നഹു യതീം, ഈ കുട്ടി അനാഥനാണ്, പിതാവ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. കുട്ടിൻ്റെ വാപ്പ ഏതാണ്, കുട്ടിൻ്റെ അമ്മ ഏതാണ്, കുട്ടിൻ്റെ വാപ്പ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല, ആ കുട്ടി നമുക്ക് വേണ്ട എന്ന് പറയും. എന്തുകൊണ്ടാണ് ആ സ്ത്രീകൾ പറഞ്ഞത്? വദാലിക അന്നാ കുന്നാ നർജുൽ മഅറൂഫ മിൻ അബിസ്വബി, സ്വാഭാവികമായിട്ട് ഞങ്ങൾ കുട്ടിനെ ഏറ്റെടുക്കുമ്പോൾ, ആ കുഞ്ഞിന് പിതാവ് ഉണ്ടാകുമ്പോൾ, ആ പിതാവിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസും ഫണ്ടും കുറച്ചുകൂടിയൊക്കെ കൂടുതൽ കൂലിയും പൈസയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് അത് കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ ഫകുന്നാ നഖൂൽ, ഞങ്ങൾ പരസ്പരം പറയും യതീമുൻ, അനാഥ കുട്ടിയാണ്. വമാ അസാ അൻ തസ്ന ഉമ്മുഹു വജദ്ദു, ആ കുഞ്ഞിൻ്റെ മാതാവും അതേപോലെ തന്നെ പിതാവ്, ഓനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക, യതീം കുട്ടിയാണ്, വാപ്പയാണി മരിച്ചതാണ്, ആ കുട്ടിനെ ഏറ്റെടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് കരുതിയതുപോലെ നേട്ടം ഉണ്ടാവുകയില്ല എന്ന് പറയും. വമാ അസാ അൻ തസ്ന ഉമ്മുഹു വജദ്ദു ഫകുന്നാ നക്റഹു ലിദാലി, ആ കാരണത്താൽ ആ കുട്ടിയെ ഞങ്ങൾ വേണ്ട എന്ന് പറയുമായിരുന്നു. ഫമാ ബഖിയത്ത് ഇംറഅത്തുൻ ഖദിമത് മഅി, എൻ്റെ കൂടെ വന്ന ഒരു സ്ത്രീയുമില്ല, ഇല്ലാ അഖദത് റളിഅൻ ഗൈരി, ഞാനല്ലാതെ മറ്റുള്ള എല്ലാ സ്ത്രീകൾക്കും ഓരോ കുട്ടികളെ കിട്ടി. ഈ യതീം കുട്ടിയല്ലാതെ ഇതിനെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വേറുള്ള കുറച്ചൊക്കെ സമ്പത്തും ശേഷിയും പ്രാപ്തിയും ഒക്കെ ഉള്ള എല്ലാവർക്കും ഒരു കുട്ടിയെ കിട്ടി. ഫലമ്മ അജ്മഅനൽ ഇൻതിലാഖ്, ഈ സ്ത്രീ അവർ അള്ളാഹുവിൽ നിന്നുള്ള സഹായവും അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസവും ശമനം പ്രതീക്ഷിച്ചു എന്നാ പറഞ്ഞു. അങ്ങനെ ഫലമ്മ അജ്മഅന അൽ ഇൻതിലാഖ്, ഞങ്ങളെല്ലാവരും പോകാൻ തീരുമാനിച്ചപ്പോൾ എല്ലാ സ്ത്രീകളും കുട്ടികളെ കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ലി സാഹിബി, എൻ്റെ ഭർത്താവിനോട്, വല്ലാഹി ഇന്നീല അക്റഹു അൻ അർജിഅ മിൻ ബൈനി സവാഹിബി, എൻ്റെ ഈ കൂട്ടുകാരികളുടെ ഇടയിൽ നിന്ന് മടങ്ങിപ്പോവുക. വലം ആഖുദ് റളിയൻ, ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടാതെ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, വല്ലാത്ത വെറുപ്പുണ്ട്. വല്ലാഹി ലാ അദ്ഹബന്ന ഇലാ ദാലിക്കൽ യതീമി ഫല ആഖുദന്ന, അതുകൊണ്ട് നമ്മൾ ആ യതീം കുട്ടിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിനെ നമ്മൾ കൊണ്ടുപോവുക എന്ന് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു. ആ യതീം കുഞ്ഞിനെ നമ്മൾ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഖാല, അപ്പോൾ ഭർത്താവ് പറഞ്ഞു ലാ അലൈക അൻ തഫലി, ചെയ്യുകയാണെങ്കിൽ ചെയ്തോ, എനിക്ക് വിരോധമല്ല എന്ന് പറഞ്ഞു. അസല്ലാഹു അൻ യജ്അല ലനാ ഫീഹി ബറക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൽ ഖൈർ, യതീം കുട്ടിയാണെങ്കിലും അതിൽ ഖൈർ, ഒരു ബറക്കത്ത് അല്ലാഹു തആല നമുക്ക് ഉണ്ടാക്കാനും മതിയെന്ന്. ഖാലത്ത് ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, ഫദഹബതു ഇലൈഹി വഅഖദതു, ഞാൻ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി അതിനെടുത്തു. വമാ ഹമലനി അലാ അഖ്ദിഹി ഇല്ലാ അന്നി ലം അജിദു ഖൈറ, ഞാൻ ആ കുഞ്ഞിനെ എടുക്കാൻ കാരണം വേറൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അതല്ലാതെ എനിക്കതിനോടുള്ള ആകർഷണം, ഒരിഷ്ടം ആദ്യക്ക് തുടക്കത്തിൽ ഉണ്ടായതുകൊണ്ടല്ല, വേറെ കുട്ടികളെ കിട്ടിയില്ല, അപ്പോൾ അവസാനം ഗതിയില്ലാത്തത് കൊണ്ടെടുത്തു എന്നുള്ളത്. ഖാലത്ത് ഫലമ്മ അഖദതുഹു റജഅതു ബിഹി ഇലാ റഹലി, ആ കുഞ്ഞിനെ ഞാൻ അവരിൽ നിന്ന് വാങ്ങി, ആ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എൻ്റെ കൂടാരത്തിലേക്ക് മടങ്ങി വന്നു. ഫലമ്മ വളഅതുഹു ഫി ഹിജ്രി, എൻ്റെ മടിയിൽ ഞാൻ ആ കുഞ്ഞിനെ വച്ചപ്പോൾ അഖ്ബല അലയ്യ സദിയായ ബിമാ ശാഅ മിൻ, എത്രയാണ് ആവശ്യമുള്ളത് അതിന് മാത്രമുള്ള പാലുകളുമായി എൻ്റെ 2 മുലയും അത് മുന്നോട്ട് വന്നു. ധാരാളം പാല് ആ ഒരു നിമിഷം തന്നെ അവരുടെ മുലയിൽ നിറഞ്ഞു വന്നു. ഫശരിബ ഹത്താ റവ, ആ കുഞ്ഞു കുടിച്ചു, അത് മതി വരുന്നത് വരെ. വശരിബ മാഹു അഹൂഹു, എൻ്റെ കൂടെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ യഥാർത്ഥ ആ കുഞ്ഞും കുടിച്ചു. ഹത്താ റവ, മതി വരുന്നത് വരെ, ദാഹം തീരുന്നത് വരെ. തുമ്മനാമ, പിന്നെ 2 കുട്ടികളും സുഖമായി ഉറങ്ങി. ഒമാ കുന്നാ നനാമു മാഹു ഖബല ദാലിക്, വീട്ടിൽ നിന്ന് പോരുന്നതിൻ്റെ മുമ്പും പോന്നപ്പോൾ യാത്രയിലും ആ കുഞ്ഞിനോട് കൂടെ ശരിക്കും ഞാനൊന്ന് ഉറങ്ങിയിട്ടില്ല. വഖാമ സൗജി ഇലാ ഷാരിഫിനാ ദാലിക് തിൽക, ഞങ്ങളുടെ ആ മെലിഞ്ഞൊട്ടിയ ആ ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് എൻ്റെ ഭർത്താവ് ചെന്നപ്പോൾ ഫഇദാ ഹിയ ഹാഫിലുൻ, അത് പാല് കൊണ്ട് അതിൻ്റെ അകട് നിറഞ്ഞു വീർത്തതായിട്ട് കണ്ടു. ഫഹലബ മിൻഹാ മാ ശരിബ് വശരിബ്തുമ, അവന് കുടിക്കാനുള്ളത് എനിക്കും അവൻ്റെ കൂടെ കുടിക്കാനും ഞങ്ങൾ കറന്നു. ഹത്തൻ തഹൈന റയ്യൻ വശിബ, ഞങ്ങൾ ദാഹം തീർന്നു, ഞങ്ങൾ വയറ് നിറഞ്ഞു.
ഫബിത്നാ ബിഖൈരി ലൈല, ആ ഒരൊറ്റ രാത്രി തന്നെ ഏറ്റവും ഉത്തമമായ ഖൈറും ബറക്കത്തുമുള്ള രാത്രി ഞങ്ങൾ കഴിച്ചുകൂട്ടി. ഖാലത്ത്, ഹലീമ പറയാണ്, യഖൂലു സാഹിബി, എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഹീന അസ്ബഹന, ഞങ്ങൾ നേരം പുലർന്ന സമയത്ത്, തഅലമി വല്ലാഹി യാ ഹലീമ, അല്ലാഹുവാണ് സത്യം ഹലീമ, എനിക്കറിയോ, ലഖദ് അഖദ്തി നസമതൻ മുബാറക, വളരെ ഖൈറും ബറക്കത്തുമുള്ള ഒരു കുഞ്ഞിനെയാണ് നീ ഏറ്റെടുത്തിരിക്കുന്നത്. ഖാലത്ത് ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅർജു ദാലിക്, ഞാനും അത് പ്രതീക്ഷിക്കുന്നു, എനിക്കും അങ്ങനെ തോന്നുന്നു. ഹലീമ പറഞ്ഞു, സുമ്മ ഖറജ്ന, അങ്ങനെ പിന്നീട് ഞങ്ങൾ പുറപ്പെട്ടു അവിടുന്ന്. വറകിബ്തു അന അതാനി, എൻ്റെ ആ കഴുതയുടെ പുറത്ത് ഞാൻ അതിൻ്റെ പുറത്ത് കയറി. വഹമൽതുഹു അലൈഹ മഅ, ആ കുഞ്ഞിനെയും ഞാൻ അതിൻ്റെ ആ കുഞ്ഞിനെ ഞാൻ ചുമന്നു. വല്ലാഹി ലഖദ് ഖതഅതു ബിർറക്ബി മാ ലാ യഖ്ദിറു അലൈഹി ശൈഉം മിൻ ഹുമരിഹിം, അവരുടെ കഴുതകളും അവരുടെ വാഹനങ്ങൾക്കും കഴിയാത്ത നിലക്കുള്ള വൈദൂരം അവരെയും കൊണ്ട് ഞങ്ങളെയും കൊണ്ട് ഈ വാഹനം, ഈ കുഞ്ഞു കാരണമുള്ള ഈ വാഹനം അത് മുറിച്ചു കടന്നു വേഗത്തിൽ. ഹത്താ ഇന്ന സവാഹിബീല യഖുൽനലി, എൻ്റെ കൂടെയുള്ള സ്ത്രീകൾ കൂട്ടുകാരികൾ എന്നോട് പറയുമാനി, യാ യബ്നത അബീ ദുഐബ്, അബൂ ദുഐബിൻ്റെ മകളെ, വൈഹക്കി, എന്താണ്, ഇർബഇ അലൈന, ഒന്ന് നീ ആശ്വാസത്തിൽ പോ, അലൈസത് ഹാദിഹി അതാനുകില്ലതി കുന്തി ഖറജതി അലൈഹ, ഇങ്ങോട്ട് നീ പോന്ന ആ കഴുത തന്നെയല്ലേ ഇപ്പോഴും നിന്റെ കൂടെയുള്ളത്? വല്ലാത്തൊരു നഷ്ടം, വല്ലാത്തൊരു നാശം. അപ്പം ഞാൻ അവരോടും, ബല വല്ലാഹ് ഇന്നഹാ ലഹി, ആ പറയുന്ന കഴുത തന്നെയാണ്. അപ്പം അവർ പറയും, വല്ലാഹി ഇന്ന ലഹാ ശൈഅൻ, എന്തോ ഒരു പുതുമ, എന്തോ ഒരു വിഷയപ്പുണ്ടായിട്ടുണ്ട് എന്ന്. ഖാലത്ത്, ഹലീം പറഞ്ഞു, തുമ്മ ഖദിംനാ മനാസിലനാ മിൻ ബിലാദി ബനീ സഅദ്, ബനൂ സഅദ് കുടുംബങ്ങളിലുള്ള ആ നാട്ടിലുള്ള ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളെത്തി. വമാ അലമു അർളൻ മിൻ അർളില്ലാഹി അജ്ദബ മിൻഹ, അത്ര ക്ഷാമമുള്ള, അത്ര ഭരം പിടിച്ച, അത്ര കഷ്ടപ്പാടുള്ള ഒരു ഭൂമി, പ്രദേശം അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എനിക്കറിയുന്നില്ല. ഫകാനത്ത് ഗനമീ തറൂഹു അലയ്യ ഹീന ഖദിംനാ ബിഹി മാന ശിബാഅൻ ലുബ്ബന, ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ വന്നതിൻ്റെ ശേഷം ഞങ്ങളുടെ ആടുകൾ മേയാൻ പോയി വൈകുന്നേര സമയത്ത് വയറ് നിറഞ്ഞവരായിട്ട്, പാല് അകടുകളിൽ നിറഞ്ഞതായിട്ടാണ് തിരിച്ചു വരൽ. ഫനഹലുബു വനഷ്റബ്, അവയെ കറക്കും ഞങ്ങൾ കുടിക്കും. വമാ യഹലുബു ഇൻസാനുൻ ഖത്രത ലബൻ, അന്നവിടെ മറ്റുള്ള ആളുകൾക്ക് ഒരു തുള്ളി പാല് കറക്കാൻ അവർക്ക് വഴിയില്ലാത്ത ആ സമയത്ത്, മാർഗമില്ലാത്ത ആ സമയത്ത്. വലാ യജിദുഹാ ഫീ ളൈൻ, അതിൻ്റെ ആടുകളിൽ ഒരു തുള്ളി പാലും അവർക്കില്ലായിരുന്നു. ഹത്താ കാനൽ ഹാളിറൂന മിൻ ഖൗമിനാ യഖൂലൂന ലിറുഇയാനിഹിം, ഞങ്ങളുടെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ കാലികളെ മേക്കുന്നവരോട് പറയുമായിരുന്നു, വൈലക്കും, നിങ്ങളുടെ നാശം, ഇസ്റഹു ഹൈസു യസ്റഹു റാഇ ബിൻതു അബീ ദുഐബ്, അബൂ ദുഐബിൻ്റെ മകളെ ഹലീമയുടെ ആടുകൾ എവിടെയാണ് മേക്കുന്നു, അവിടെ നല്ല പുല്ലും അവിടെ നല്ല വിഭവങ്ങളുണ്ടാകുമെന്ന് വിചാരിച്ച് അവിടെ കൊണ്ടുപോയി നിങ്ങൾ കാലികളെ മേച്ചുകൊണ്ട് എന്ന് പറയും. അവർക്ക് ഈ നിയമത്തുകളില്ല, ഈ വിശാലതയുമില്ല. ഫതറൂഹു അഗ്നാമുഹും ജിയാഅൻ, അവരുടെ ആടുകൾ അത് വൈകുന്നേര സമയത്ത് മടങ്ങി വരിക, വിശന്നവരായിട്ട്, മാ തബിളു ബി ഖത്രത്തി ലബൻ, ഒരു തുള്ളി പാലും അത് ചുരത്താത്ത. വതറൂഹു ഗനമി ശിബാഅൻ ലുബ്ബന, ഞങ്ങളുടെ ആടുകളാണെങ്കിൽ വയറ് നിറഞ്ഞവരായിട്ട് പാലുകൾ കൊണ്ട് അകടുകൾ നിറഞ്ഞു വീർത്തതായിട്ട് വരും. ഫലം നസൽ നതഅറഫു മിനല്ലാഹി സിയാദത വൽ ഖൈർ, അല്ലാഹുവിൽ നിന്ന് ആദ്യം അവർ പ്രതീക്ഷിച്ചു, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖൈറും നിഅമത്തും ബറക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കാനും തുടങ്ങി. ഹത്താ മലത്ത് സനതാഹു വ ഫസൽതുഹു, 2 വർഷമാണ് കുട്ടികൾക്ക് മുല കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുക. ആ 2 വർഷം കഴിഞ്ഞു. അങ്ങനെ പിന്നെ മുലകുടി മുറിച്ചു. അങ്ങനെ മുലകുടി മുറിച്ചാൽ പിന്നീട് മാതാക്കളിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ചെയ്യുക. വകാന യശിബ്ബു ശബാബൻ ലാ യുഷ്ബിഹുൽ ഗിൽമാൻ, ആ പ്രായത്തിലുള്ള മറ്റ് കുട്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത നിലക്കുള്ള യുവത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വലുതാകുമായിരുന്നു. ഫലം യബ്ലുഗു സനതൈഹി ഹത്താ കാന ഗുലാമൻ ജഫ്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിടുമിടുക്കുള്ള കരുകരുത്തുള്ള ഒരു കുട്ടിയായി 2 വയസ്സായപ്പോഴേക്ക്. ഖാലത്ത്, ഹലീമ പറയാണ്, ഇപ്പോൾ ഖദിംനാ ബിഹി അലാ ഉമ്മിഹി, നിയമം അങ്ങനെയാണ്, മുലകുടി മുറിഞ്ഞ് 2 വർഷം കഴിഞ്ഞാൽ മാതാവിനെ തിരിച്ച് കൊണ്ടുപോയി ഏൽപ്പിക്കണം. ഞങ്ങൾ അങ്ങനെ മക്കയിൽ ചെന്നു. വനഹനു അഹ്റസു അലാ മുക്തിഹി ഫീന, ആ കുഞ്ഞ് ഞങ്ങളിൽ തന്നെ നിന്നെങ്കിൽ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ നിയമം അതാണ്, 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കണം എന്നുള്ള. ഈ കുഞ്ഞ് ഞങ്ങളിൽ തന്നെ നിന്നെങ്കിൽ, മാതാവ് ഞങ്ങളുടെ കൂടെ തന്നെ നിർത്തിയെങ്കിൽ എന്നാണ് ആഗ്രഹം. ലിമാ കുന്നാ നറാ മിൻ ബറക്കത്തിഹി, അതിൻ്റെ ബറക്കത്തും ഖൈറാത്തും കണ്ട്. ഫകല്ലംനാ ഉമ്മഹു, കുഞ്ഞിൻ്റെ ഉമ്മനോട് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ അവരോട് പറഞ്ഞു, തറക്തി ഇബ്നി ഇൻദി ഹത്താ യഗ്ലും, അവൻ മിടുമിടുക്കും കരുത്തും ശക്തിയൊക്കെ പ്രാപിക്കുന്നത് വരെ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ കുഞ്ഞ് നിന്നെങ്കിൽ, നിങ്ങളെ കുഞ്ഞ് എന്നുള്ളതല്ല, എൻ്റെ കുഞ്ഞ് അവിടെ തന്നെ നിന്നെങ്കിൽ എന്ന് ഞാൻ ആമിനയോട് പറഞ്ഞു. ഫഇന്നി അഖ്ശ അലൈഹി വബാ മക്കയിലുണ്ടാകുന്ന ഈ പറയുന്ന പകർച്ചവ്യാധികളോ
അതല്ലെങ്കിൽ അസുഖങ്ങളോ കാര്യങ്ങളോ ഈ കുഞ്ഞിനുണ്ടാകുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഗ്രാമത്തിലാണെങ്കിൽ അവൻ അതാണ് സുരക്ഷ, അതാണ് ഏറ്റവും നല്ലത് എന്ന്. ഖാലത്ത് ഫലം നസൽ ബിഹാ ഹത്താ റദ്ദതുഹു മാന. അപ്പോൾ വല്ലാതത് പറഞ്ഞപ്പോൾ ആമിനയും തന്നെ നല്ലത് അതാണെന്ന് വിചാരിച്ച് കുട്ടിനെ ഞങ്ങളെ കൂടെ തന്നെ മടക്കി ബനൂ ബക്കറിൻ്റെ ഈ നാട്ടിലേക്ക് കുടുംബത്തിലേക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് വീണ്ടും ഇവരെ കൂടെ നല്ല വളർച്ചയും നല്ല കരുത്തും നല്ല ഉഷാറും ഒക്കെ കുട്ടിക്കുണ്ടായപ്പോൾ അതാണ് നല്ലത് എന്ന് മനസ്സിലാക്കി. അങ്ങനെ വഹാക്കദാ റജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബനീ സഅദിൻ. ബനൂ സഅദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂടെ വീണ്ടും മടങ്ങിപ്പോന്നു. ചെറിയ കുട്ടി 2 വയസ്സായപ്പോൾ. ഹത്താ ഇദാ കാന ബഅദഹു ബി അശ്ഹുരിൻ അലാ ഖൗലി ഇബ്ൻ ഇസ്ഹാഖ്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് എന്നുള്ളതാണ്. മറ്റുള്ള ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് 4-ാമത്തെ വയസ്സ് സമയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 വയസ്സായ സമയത്ത്. അത്രയും കാലം ഈ പറയുന്ന ഹലീമയുടെ കുടുംബത്തിലാണ് പ്രവാചകൻ ജീവിക്കുന്നത്. വഖാ ഹാദിസു ഷഖ്ഖി സദ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ നെഞ്ഞ് പിളർത്ത് അവിടുത്തെ ഹൃദയത്തെ പുറത്തെടുത്ത് കഴുകുന്ന ആ സംഭവം സംഭവിക്കുകയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാഹു ജിബ്രീൽ. ഏകദേശം പ്രവാചകന് 4 വയസ്സാകുന്ന സമയത്ത്, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി 2 വയസ്സും ചില്ലറയായ സമയത്ത് എന്നാണ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുട്ടികളെ കൂടെ കളിക്കുന്നൊരു സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. വഹുവ യൽഅബു മഅൽ ഗിൽമാൻ. മറ്റു കുട്ടികളോട് കൂടെ കളിക്കുകയാണ്. ഫഅഖദഹു ഫസറഅ. അങ്ങനെ പ്രവാചകനെ ജിബ്രീൽ അലൈഹി സ്വലാം പിടിച്ച് അവിടെ കടത്തി. എന്നിട്ട് ഫശഖ്ഖ അൻ ഖൽബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർന്നു. ഫസ്തഖ്റജൽ ഖൽബ്. ഹൃദയത്തെ അതിൽ നിന്ന് പുറത്തേക്കെടുത്തു. അങ്ങനെ വസ്തഖ്റജ മിൻഹു അലഖത്തൻ. അതിൽ നിന്ന് ഒരു രക്തപിണ്ഡം ആ ഹൃദയത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാം പുറത്തേക്കെടുത്തു. ഫഖാല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഹാദാ ഹല്ലു ശൈത്താനി മിൻക്. ഓരോ മനുഷ്യരിലും പൈശാചികമായ ഒരവസ്ഥയും കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അനുസരിച്ച് ഓരോ മനുഷ്യരാണ്. നമ്മുടെ കൂടെ കരീനുകളുണ്ടല്ലോ, പിശാചിൻ്റെതുണ്ട്, അതേപോലെ തന്നെ മലക്കിൻ്റെതുണ്ട്. ഈ പിശാചിൻ്റെ ഹല്ലുകൾ കാര്യങ്ങൾ അവൻ്റെ വസ്വാസുകളും ഷർറുകളൊക്കെ ഒരു മനുഷ്യനിൽ വരുന്ന ആ ഭാഗമാണ് എന്നുള്ള നിലക്കാണ് വാക്ക് പറഞ്ഞത്. അങ്ങനെ അതെടുത്തിട്ട് സുമ്മ ഖസലഹു ഫി തസ്തിൻ മിൻ ദഹബിൻ ബിമാഇ സംസം. സംസം വെള്ളം കൊണ്ട് സ്വർണ്ണത്തിനായുള്ള ഒരു തളികയിൽ വെച്ചിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി. സുമ്മ ലാമഹു. പിന്നീട് ഈ ജമഅഹു. ആ പറയുന്ന ഹൃദയത്തിൽ ഈ ഹൃദയത്തിനെ ആ നെഞ്ഞിൻ കൂടിലേക്ക് തിരിച്ചു വെച്ചിട്ട് ഐ ജമഅഹു വളമ്മ ബഅദഹു ഇലാ ബഅദ്. പരസ്പരം അത് തമ്മിൽ കൂട്ടുകയും ചെയ്തു. സുമ്മ ആദഹു ഇലാ മക്കാനിഹി. പിന്നെ ആ നെഞ്ഞിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ പൂർവ്വപരി അത് എടുത്ത ആ സ്ഥലത്തേക്ക് അതിനെ മടക്കി. ഈ രംഗം മറ്റുള്ള കുട്ടികൾ കണ്ടു എന്നുള്ളതാണ്. ഒരു മനുഷ്യരൂപത്തിൽ ആൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കുന്ന ഉപദ്രവിക്കുന്നതായിട്ടാണ് അവർക്കത് തോന്നിയത്. അപ്പോൾ ജാ അൽ ഗിൽമാൻ യസ്ഔന ഇലാ ഉമ്മിഹി. ഹലീമയുടെ അടുത്തേക്ക്, ളിറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവരുടെ മുല കൊടുക്കുന്ന സ്ത്രീ എന്നുള്ള നിലക്ക് ഹലീമയുടെ അടുത്തേക്ക് ഓടിക്കൊണ്ട് മറ്റുള്ള കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ഫഖാലു ഇന്ന മുഹമ്മദൻ ഖദ് ഖുതിൽ. നിശ്ചയം മുഹമ്മദിനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ആരോ ഒരാൾ വന്ന് പിടിച്ച് തള്ളിയിട്ട് അവൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഫസ്തഖ്ബലൂഹു. അവരെല്ലാവരും കൂടി പേടിച്ച് ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു. വഹുവ മുൻതഫിഉൽ ലൗൻ. പ്രവാചകന്റെ നിറക്കുകൾ വിവരണമായിട്ടുണ്ട്. ഈ പറയുന്ന പ്രവൃത്തി കാരണം നിറക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളുത്ത ആളായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ്, ശരീരം വളരെ സുന്ദരമായ അഴകുള്ള ശരീരപ്രകൃതിയുള്ള ആളായിരുന്നു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയാണ് വഖദ് കുൻതു അറാ അസറ ദാലിക്കൽ ഖൈത്ത് ഫീ സദ്രിഹി. ആ തുന്നിക്കൂട്ടിയതിൻ്റെ ആ ഒരു അടയാളം കാര്യം പ്രവാചകന്റെ നെഞ്ഞിൽ ഞാൻ കാണലുണ്ടായിരുന്നു. വലുതായതിൻ്റെ ശേഷവും അതിൻ്റെ അടയാളമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിൻ്റെ രാത്രി, ഇസ്രാ മിഅ്റാജിൻ്റെ ആ രാത്രിയിലും ഇതുപോലത്തെ ഒരു അനുഭവം വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുണ്ട്. പണ്ഡിതന്മാരിത് 1 പ്രാവശ്യമാണല്ല 2 പ്രാവശ്യമാണെന്നുള്ളൊക്കെ അഭിപ്രായങ്ങൾ അതിൽ പലതും കാണാൻ കഴിയും. അങ്ങനെ ഈ സംഭവം നടന്നപ്പോൾ പിന്നെ ഹലീമയും ആ കുടുംബത്തിനും പേടിയായി. എന്തെങ്കിലും ഭീഷണികളോ എന്തെങ്കിലും ഉപദ്രവങ്ങളോ ഈ കുട്ടിക്ക് വരുമോ എന്നുള്ളത്. വഖശിയത്ത് അലൈഹി ഹലീമത്ത് ബഅദ ഹാദിഹിൽ വഖഅ. ഈ സംഭവത്തിൻ്റെ ശേഷം ഹലീമ പേടിച്ചുപോയി. ഹത്താ റദ്ദത്തുഹു ഇലാ ഉമ്മിഹി. പിന്നെ ആമിനയുടെ അടുത്തേക്ക് തന്നെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോയി ഏൽപ്പിച്ചു. ഫകാന ഇൻദ ഉമ്മിഹി ഇലാ അൻ ബലഗ 6 സിനീൻ. 6 വയസ്സുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പിന്നെ മക്കയിൽ ഹലീമയുടെ കൂടെ സ്വന്തം മാതാവിൻ്റെ കൂടെ താമസിച്ചു, ജീവിച്ചു. അങ്ങനെ പിന്നീട് ഒരു ദിവസം ആമിനക്കൊരു അഭിപ്രായം, വഫാ അല്ലി ദിക്റാ സൗജിഹർ റാഹിൽ. മരിച്ചുപോയ ആ ഭർത്താവിനോടുള്ള ആ സ്മരണ. സ്ത്രീകൾ ഭാര്യമാരാണ്, അവർക്ക് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള സ്നേഹവും ആ ബന്ധവും ആ സ്മരണകളും ഉണ്ടാകും. സ്വാഭാവികമായിട്ടും കുഞ്ഞൊക്കെയുണ്ടായതിൻ്റെ ശേഷം അവരുടെ ആ മനസ്സിലുണ്ടായിരുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും എത്രയാണ് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിലക്ക്. അപ്പോൾ ഭർത്താവിൻ്റെ ഖബറൊന്ന് സന്ദർശിക്കുക എന്നുള്ള, മദീനയിലാണ് മരിച്ച് മറമാടിയിട്ടുള്ളത്, അങ്ങോട്ടൊന്ന് പോകണം, സന്ദർശിക്കണം എന്നൊരു തോന്നൽ അവർക്ക് വന്നു. യസ്രിബിലുള്ള ഭർത്താവിൻ്റെ ഈ കുഞ്ഞിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിൻ്റെ ഖബറൊന്ന് സന്ദർശിക്കാൻ. ഫഖറജത്ത് മിൻ മക്കത്ത. മക്കയിൽ നിന്ന് അവർ പോവുകയാണ്.
ഖാത്തിയത്തൻ രഹിലത്തൻ തബ്ലുഗു നഹ്വ 500 കിലോമീറ്റർ. ഷെയ്ഖ് ഇതിൽ പറയുന്നത് 500 കിലോമീറ്റർ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 500 കിലോമീറ്റർ ഇല്ല, അതിൻ്റെ താഴെയുള്ള പ്രദേശമാണ്. ഏതാണെങ്കിലും ഏകദേശം അത്രയുള്ള സ്ഥലം യാത്ര ചെയ്തു പോവുകയാണ്. മഅഹ വലദുഹൽ യതീം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, യതീമായ കുഞ്ഞുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുഞ്ഞിനെയും കൊണ്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ അവർക്കുള്ള ഖാദിമത്തായ അബ്ദുള്ള മരിച്ചു പോകുന്ന സമയത്തിൻ്റെ ഉമ്മു ഐമൻ എന്ന് പറയുന്ന ആ അടിമ സ്ത്രീയുണ്ട്. അബ്ദുൽ മുത്തലിബും ഉണ്ട്, പിതാമഹനായ അബ്ദുൽ മുത്തലിബും യാത്രയിലുണ്ട്. അങ്ങനെ അവർ മദീനയിലെത്തി. ഫമക്കസത്ത് ഷഹ്റൻ സുമ്മ ഖഫലത്ത്, മദീനയിൽ അവർ ഒരു മാസം അവിടെ താമസിച്ചു. അങ്ങനെ പിന്നെ മടങ്ങുകയാണ്, മക്കയിലേക്ക് മടങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ഭർത്താവിൻ്റെ ഖബറിൻ്റെ അടുത്ത് മറമാടിയ സ്ഥലത്ത് ചെല്ലുകയാണ്. ഈ പറയുന്ന ചിന്തകളൊക്കെ ആ സ്ത്രീയുടെ മനസ്സിൽ അതിൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും വിരഹതയും ഇതൊക്കെ അനുഭവപ്പെടുമ്പോൾ അത് തന്നെ രോഗമാകാൻ കാരണമാകാവുന്നതേ ഉള്ളൂ. അവരുടെ മാനസികമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാകും. അങ്ങനെ അവർ മടങ്ങിപ്പോരുന്ന സമയത്ത് ബൈനമാഹിയ റാജിഅത്തുൻ ഇത് ലഹിഖഹ അൽ മർദ്, അവരെ രോഗം പിടികൂടി. ഫി അവഇല തുരീഖ്, വഴിയുടെ ആ ആരംഭത്തിൽ തന്നെ അങ്ങനെ ആ രോഗം കഠിനമായി. അബവ എന്ന് പറയുന്ന മക്ക മദീനയുടെ ഇടയിലുള്ള പ്രദേശത്ത് വെച്ച് ആമിന മരണപ്പെടുകയും ചെയ്തു. സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലോകത്ത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു. 5-6 വയസ്സാകുന്ന സമയത്ത് മാതാവ് മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസകരമായ അവസ്ഥയിൽ വആദ ബിഹി അബ്ദുൽ മുത്തലിബ് ഇലാ മക്ക, അബ്ദുൽ മുത്തലിബ് പിതാമഹൻ ഈ കുഞ്ഞിനെയും കൊണ്ട് മക്കയിലേക്ക് തിരിച്ചു പോന്നു. വകാനത്ത് മശാഇറുൽ ഹുനുവി ഫി ഫുആദിഹി തർബു നഹ്വ ഹഫീദിഹി അൽ യതീം അല്ലദി ഉസീബ ബിമുസാബിൻ ജദീദിൻ നകഅ അൽ ജുറൂഹ് അൽ ഖദീമ. അബ്ദുൽ മുത്തലിബിന് ആദ്യം തന്നെ ഈ പറയുന്ന കുഞ്ഞിൻ്റെ പിതാവ് ആദ്യം തന്നെ മരണപ്പെട്ടു. ആ സങ്കടവും വിഷമവും ഉണ്ട്. ആ പിതാവിനെ ഖബറും സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. ആ യാത്രയിൽ സ്വാഭാവികമായിട്ട് കുഞ്ഞിൻ്റെ മാതാവ് മരണപ്പെട്ടു. ആദ്യമുള്ള ആ വിഷമവും ആ വ്യസനും അതിൻ്റെ മുറിവുകളും മുറിപ്പാടുകളും മനസ്സിൽ അത് കൂടുന്നതിൻ്റെ മുമ്പ് അതിലേറെ വലിയ ഈ വിപത്ത് വന്നപ്പോൾ സഹിക്കാൻ കഴിയാത്ത വ്യസനും വിഷമും ആ പിതാമഹനായ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യൻ്റെ പിടികൂടി. ചുരുക്കത്തിൽ ഫറഖ അലൈഹി റിഖത്തൻ ലം യരിഖഹ അല അഹദിൻ മിൻ ഔലാദി, അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ മറ്റുള്ള നേരെ ഉണ്ടായിരുന്ന ആ മക്കളോടോ മറ്റുള്ള പേരമക്കളോടോ ഇല്ലാത്ത ഒരു ദയയും വാത്സല്യവും ഒരു കാരുണ്യവും അബ്ദുൽ മുത്തലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായി. ഫകാന ലാ യദഉഹു ലി വഹദതിഹി അൽ മഫ്റൂദ, ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും ഒരു പ്രദേശത്തും എങ്ങോട്ട് പോകാനും അബ്ദുൽ മുത്തലിബ് റസൂലിനെ ഒഴിവാക്കലില്ലായിരുന്നു. കൂടെ സന്തത സഹചാരിയായി എല്ലാ സമയത്തും കൂടെ കൊണ്ടു നടക്കുന്നൊരവസ്ഥയിലായി. ബൽ യുസിറുഹു അലാ ഔലാദി, സ്വന്തം മക്കളിലേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്. ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി പറയാണ്, കാന യുദാഉ ലി അബ്ദുൽ മുത്തലിബ് ഫിറാശുൻ ഫി ളിൽ കഅബ, കഅബ ഷരീഫിൻ്റെ തണലുള്ള ആ ഭാഗത്ത് അബ്ദുൽ മുത്തലിബിന് ഇരിക്കാൻ ഗ്രാമമുഖ്യനാണ്, അവിടെയുള്ള വേണ്ടപ്പെട്ട ആളാണ്, കാര്യപ്പെട്ട ആളാണ്. മറ്റുള്ള ആളുകൾക്ക് കാര്യങ്ങളും മറ്റും സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടപ്പെട്ട ആൾ എന്നുള്ളത് അബ്ദുൽ മുത്തലിബിന് ഇരിക്കാൻ വിശ്രമിക്കാൻ വേണ്ടി കഅബ ഷരീഫിൻ്റെ നിഴലിൽ ഒരു വിരിപ്പ് വിരിക്കും സാധാരണ. അപ്പോൾ സ്വന്തം മക്കളും മറ്റുള്ള ആളുകളൊക്കെ ആ വിരിപ്പിൻ്റെ ചുറ്റുഭാഗത്ത് ഇരിക്കുള്ളൂ, അതിൽ കയറി ആരും ഇരിക്കൂല, അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ ഇരിക്കൂല, ബഹുമാനം ആദരവ് കൊണ്ട്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് വന്നാൽ അദ്ദേഹം പറയുന്ന ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ കേട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെയായിരുന്നു. ലാ യജ്ലിസു അലൈഹി അഹദും മിൻ ബനീഹി ഇജ്ലാലു, മക്കളോ മറ്റുള്ള ആളുകളോ അബ്ദുൽ മുത്തലിബിനെ ബഹുമാനിച്ച് കൂടെ ഇരിക്കലില്ല, ആ വിരിപ്പിലിരിക്കൂല, അങ്ങനെയായിരുന്നു. ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ ചെറിയ കുട്ടിയാണ് ആ സമയത്ത്, 6-7 വയസ്സിൻ്റെ സമയത്ത് യഅതി വരും. വഹുവ ഗുലാമുൻ, പ്രവാചകൻ കുട്ടിയാണ്, നല്ല കരുത്തുള്ള നല്ല ശക്തിയുള്ള ഒരു കുട്ടിയാണ്. ഹത്താ യജ്ലിസ അലൈഹി, ആ വിരിപ്പിൽ കയറിയിരിക്കും. അബ്ദുൽ മുത്തലിബ് അതിനെ വിമർശിക്കൂല. അപ്പോൾ ഫയഖുദുഹു അമാമുഹു ലിയുഅഖിറുഹു അൻഹു, ആ പിതാമഹൻ്റെ ഈ സദസ്സിലിരിക്കുന്ന സമയത്ത് പിതൃവന്മാരായ ആളുകൾ മറ്റുള്ളവർ പ്രവാചകനെ ഈ കുട്ടിയെ പിടിച്ചിട്ട് അവിടുന്ന് മാറ്റും. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറയും, ഇതാറ അങ്ങനെ കാണുമ്പോൾ ദഉ ബനി ഹാദ, കുഞ്ഞിനെ ഒഴിവായിക്കളി, അവനോട് ഇരുന്നോട്ടെ, നിങ്ങൾ അവനെ ഉപദ്രവിക്കേണ്ട, ശല്യം ചെയ്യേണ്ട, പുറത്താക്കണ്ട. അപ്പോൾ വല്ലാഹി ഇന്ന ലഹു ലശഅന, ഇവനൊരു ഭാവിയുണ്ട്, ഇവന് എന്തോ ഒരു പ്രത്യേകതയും ഭാവിയുണ്ട്, നിങ്ങൾ അവനെ തടയണ്ട എന്ന്. സുമ്മ യജ്ലിസു മഅഹു അലാ ഫിറാശി, അബ്ദുൽ മുത്തലിബിൻ്റെ ആ വിരിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കും. വയംസഹു ലഹ്റഹു ബിയദിഹി വയസുറുഹു മാ യറാഹു യസ്ന, ആ കുട്ടി കാണിക്കുന്നതൊക്കെ അബ്ദുൽ മുത്തലിബ് സന്തോഷിക്കും, മുതുകിലും പുറത്തും തലയിലൊക്കെ തടഞ്ഞു കൊടുക്കും. അങ്ങനെ വലി സമാനി സനവാത്തിൻ വ ഷഹ്റൈൻ വ അശറത്തി അയ്യാം, 8 വർഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 വയസ്സായി 2 മാസം 10 ദിവസമായപ്പോൾ തൂഫിയ ജദ്ദുഹു അബ്ദുൽ മുത്തലിബ് ബിമക്ക, വീണ്ടും 3ാമത്തെ പരീക്ഷണം. ഇത്ര സ്നേഹവും വാത്സല്യവും ദയയും കാണിക്കുന്ന സംരക്ഷണം നൽകിയ പിതാമഹൻ അബ്ദുൽ മുത്തലിബും മരിക്കുകയാണ്, വഫാത്താകാണ്.
ആ അബ്ദുൽ മുത്തലിബ് വഫാത്താകുന്നതിൻ്റെ പ്രായാധിക്യം കാരണം വഫാത്താകുന്നതിന് മരണപ്പെടുന്നതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം കാര്യങ്ങളും മുഴുവനും അബൂ താലിബ് എന്ന് പറയുന്ന റസൂലിൻ്റെ പിതൃവ്യനായ പിന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ ആ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുന്ന അബൂ താലിബിനെ അബ്ദുൽ മുത്തലിബ് ഏൽപ്പിച്ചതിൻ്റെ ശേഷമാണ് മരണപ്പെടുന്നത്. പിന്നീട് അബൂ താലിബാണ് റസൂലിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. അബൂ താലിബും തന്നെ തൻ്റെ പിതാവ് അബ്ദുൽ മുത്തലിബ് സഹോദരൻ്റെ മകനായ ഈ കുഞ്ഞിൻ്റെ കാര്യം ഏൽപ്പിച്ച കാര്യം വളരെ ഭംഗിയായി, വളരെ പൂർണ്ണമായി, വളരെ വിശ്വാസത്തോടെയോടുകൂടെ കൃത്യമായി ആ കാര്യങ്ങൾ നിർവഹിച്ചു, ഏറ്റെടുത്തു എന്നുള്ളത്. 40 വർഷക്കാലം അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംരക്ഷണം സഹായമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. 40 വർഷക്കാലം. നബുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പ് സർവ്വസമ്മതനായ ആളുകളുടെ ഇടയിൽ ബഹുമാന ആദരണീയരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ താലിബിനും അതിൽ പ്രയാസം കാര്യങ്ങളില്ലായിരുന്നു. 25 വയസ്സ് 24 വയസ്സാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ താലിബാണ് ഉപദേശിക്കുന്നത്, നിർദ്ദേശിക്കുന്നത്. നിന്നെ പോലത്തെ യുവാക്കൾ കച്ചവടം ചെയ്യാൻ വേണ്ടി യമനിലേക്കും യമനിലേക്കും പോകുന്നുണ്ട്, ജീവിതമാർഗം എന്നുള്ള നിലക്ക്. അതുകൊണ്ട് ഖദീജയിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹ അന്ന് താല്പര്യമുള്ള സമർത്ഥരായ യുവാക്കൾക്ക് കാശ് കൊടുത്തിട്ട് കച്ചവടത്തിന് പറഞ്ഞയക്കുമായിരുന്നു. കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അവർക്കൊരു വിഹിതം കൊടുക്കുക എന്നുള്ള നില. അങ്ങനെ ഖദീജയുടെ അടുത്ത് പോയിട്ട് കാശ് വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിന് പോവുകയാണ്. പ്രവാചകൻ കച്ചവടത്തിന് പോയി അതിൽ നിന്നുള്ള ലാഭങ്ങളും വിഭവങ്ങളും കൂടുതൽ ലഭിച്ചപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രവാചകനുള്ള ഇഷ്ടം, ബഹുമാനം, ആദരവും കൂടുകയും സേവനത്തിന് വേണ്ടി അവരുടെ ഒരു അടിമയെ കൂടെ പറഞ്ഞയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഇഷ്ടം, സ്നേഹം, ആ സത്യസന്ധതയും ആ നന്മയും ആ വിശ്വസ്തതയും അതാണ് പിന്നീട് വിവാഹത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ അബൂ താലിബിൻ്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിന് പോയിരുന്നു. ഷാമിലേക്ക് പോയ സംഭവങ്ങൾ അബൂ താലിബിൻ്റെ കൂടെ പോയിരുന്നു, മറ്റുള്ള ഖുറൈശികളെ കൂടെ പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അബൂ താലിബ് ഈ കാര്യം ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. നുബുവത്ത് കിട്ടിയതിന് ശേഷം ശത്രുക്കൾ നാനാഭാഗത്തിൽ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്തപ്പോൾ വാക്കുകൾ കൊണ്ട്, ശാരീരികമായിട്ടല്ല, അബൂ താലിബ് ഉണ്ടായത് കൊണ്ട് തന്നെ അബൂ താലിബ് പറയുമായിരുന്നു, നിന്റെ ദീന് ആദർശം നീ കൊണ്ടുവന്നത് അത് സത്യമാണ്, എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ തല മണ്ണിൽ കുത്തുന്നതുവരെ ഒരാളെയും പേടിക്കാതെ, ഒരു ഭീഷണിയും പേടിക്കാതെ നിന്റെ ഈ ആദർശത്തിൽ, ദീനിൽ, അതിൻ്റെ പ്രബോധനത്തിൽ നീ മുന്നോട്ട് പോയിക്കോ എന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ അബൂ താലിബിന് ഖുറൈശികൾ പല ജാതി വിമർശനങ്ങളും നേരിടുമായിരുന്നു. അബൂ താലിബിൻ്റെ അഭാവത്തിലെങ്ങാനും രാത്രി സമയത്തോ മറ്റോ പ്രവാചകനെ ആരെങ്കിലും ആക്രമിക്കും, ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ട് രാത്രി കടക്കുന്ന സമയത്ത് അബൂ താലിബ് കടക്കുന്ന വിരിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടത്തി ഉറക്കുമായിരുന്നു. അദ്ദേഹം മാറിക്കടക്കുമായിരുന്നു. കാരണം ആളുകൾക്കറിയാം അബൂ താലിബ് എവിടെയും കടക്കൽ വീട്ടിൽ. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടത്തി അത്രത്തോളം സംരക്ഷിക്കുമായിരുന്നു അബൂ താലിബ്, അത്രത്തോളം സംരക്ഷിക്കുമായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇത്രമാത്രം നിങ്ങൾക്ക് സേവനം, സഹായം, സംരക്ഷണങ്ങളും നിങ്ങൾക്ക് അഭയം നൽകിയ അബൂ താലിബിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പ്രവാചകരെ? ശഫാഅത്തായിട്ട് എന്തെങ്കിലും ചെയ്തോ നരക ശിക്ഷയിൽ നിന്ന് മോചനത്തിന് വേണ്ടി? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അബൂ താലിബിൻ്റെ ശിക്ഷയിൽ കുറവ് കൊടുക്കാൻ, അതല്ലാതെ കുഫാറുകൾക്ക് ശഫാഅത്ത് ചെയ്ത് നരകത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. അസ്ലു തൗഹീദില്ലാതെ ഇബ്രാഹിം നബിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിനെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബൂ താലിബിനെ അടക്കമുള്ളവരെയോ രക്ഷപ്പെടുത്താൻ യാതൊരു മാർഗവുമില്ല, അള്ളാഹു അതിനെ അനുവദിക്കുകയില്ല. പക്ഷേ അബൂ താലിബിന് നരകത്തിലുള്ള ശിക്ഷയിൽ ലഘൂകരണം കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച് ഒരു ചെരുപ്പ് ധരിച്ചാൽ കാലിൻ്റെ പാദത്തിൽ എത്ര ഭാഗത്താണോ അതെത്തുന്നത് ആ പ്രദേശത്ത് മാത്രമേ നരകശിക്ഷ, തീയ് അബൂ താലിബിൻ്റെ ശരീരത്തിൽ സ്പർശിക്കുകയുള്ളൂ. വേറുള്ള ശരീരത്തിൽ ഒരു ഭാഗത്ത് ഒരു നിലക്കുള്ള നരകശിക്ഷയോ അവിടുത്തെ ചുടുവെള്ളമോ അവിടുത്തെ ശിക്ഷകളോ ശരീരത്തിൽ സ്പർശിക്കുകയില്ല. പക്ഷേ ഈ ചെരുപ്പ് പോലത്തെ ആ ഭാഗത്തിലുള്ള ഈ നരകം ശരീരത്തിൽ സ്പർശിക്കുന്നത് കാരണം തലച്ചോറ് തളച്ച് മറിയും എന്ന് ഹദീസുകളിൽ വന്നിരിക്കുന്നു. അങ്ങനെ വളമ്മഹു ഇലാ വലദിഹി, സ്വന്തം മക്കളെ കൂട്ടത്തിലേക്ക് അബൂ താലിബ് കൂട്ടി. വഖദ്ദമഹു അലൈഹിം, സ്വന്തം മക്കളിലേറെ മുൻഗണന കൊടുത്തു. വഖ്തസ്സഹു ബിഫളി ഇഹ്തിറാമിൻ വതഖ്ദീം, വലിയ ബഹുമാനം ആദരവും മറ്റുള്ള മക്കൾക്ക് കൊടുക്കാത്ത പ്രത്യേകത പ്രവാചകന് കൊടുത്തു. വളല്ല ഫൗഖ 40 സന യുഇസ്സു ജാനിബഹു, പ്രവാചകന് പ്രതാപം നൽകിക്കൊണ്ട് 40ഓളം വർഷക്കാലം അബൂ താലിബ് ജീവിച്ചു. വയബ്സുതു അലൈഹി ഹിമായത്തുഹു, സംരക്ഷണം, അതിൻ്റെ ചിറകുകൾ പരത്തിക്കൊണ്ട് വിരിച്ചു കൊടുത്തുകൊണ്ട് അബൂ താലിബ് 40 കൊല്ലം പ്രവാചകന് സംരക്ഷണം ചെയ്തുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹത്തിൽ അതിൽ ഇടപെട്ട് അത് നടത്തിക്കൊടുത്ത് ഈ പറയുന്ന കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ. വയുസാദിഖു വയുഖാസിമു മിൻ അജലിഹി, ഈ പ്രവാചകന്റെ കാര്യത്തിൽ മറ്റുള്ള ആളുകളോട് സൗഹാർദ്ദം, പ്രവാചകന്റെ കാര്യത്തിൽ മറ്റുള്ള ആളുകളോട് പിണങ്ങാനൊക്കെ തയ്യാറായ അബൂ താലിബ്. പ്രവാചകന് എന്താണോ ആവശ്യമുള്ളത് അതിൽ പ്രവാചകനോട് നല്ല നിൽക്കുന്ന ആളുകളോട് സൗഹാർദ്ദത്തിന് പോയി. പ്രവാചകനെ ഉപദ്രവിക്കുക, ആക്രമിക്കുന്ന ചെയ്യലും അത് നുബുവത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അവരോട് പിണങ്ങാൻ പോയി അബൂ താലിബ്. അബൂ താലിബിൻ്റെ ചരിത്രം കുറച്ചുകൂടി വിശദമായി ശേഷം വരികയും ചെയ്യുന്നുണ്ട്.
പിന്നെ ഷെയ്ഖ് റഹ്മത്തുള്ള ഇതിൽ പറയുന്നു, മക്കയിലുള്ള ആളുകൾക്ക് ഒരു ക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ, മഴയില്ലാതെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ട സമയത്ത് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് കാബ ഷരീഫിൻ്റെ അടുത്ത് ചെന്ന് വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെട്ട ഒരു സംഭവം പറയുന്നുണ്ട്. അങ്ങനെ അബൂ താലിബ് അവിടെ വെച്ച് പറഞ്ഞ ഒരു പദ്യം, അബിയലു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യഥാമ ഇസ്മത്തുല്ലിൽ അറാമിലി എന്ന് പറയുന്നൊരു പദ്യം അബൂ താലിബിൻ്റെ പദ്യസമാഹാരങ്ങളുടെ കൂട്ടത്തിലുള്ളതുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ആ പദ്യം ഒരിക്കൽ പാടിയിട്ടുണ്ട്. അത് ശരിയാണ്. ഇതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞ വെളുവെളുത്ത നല്ല അഴകുള്ള ശരീരപ്രകൃതിയാണ്. ഈ പറയുന്ന കുഞ്ഞിൻ്റെ മുഖം കൊണ്ട് മേഘത്തിനോട് മയന തേടാൻ പറ്റും, എന്നാൽ മഴ കിട്ടും എന്നുള്ള അർത്ഥമാണ്. തിമാലുൽ യത്താമ, അനാഥരായ ആളുകൾക്ക് സംരക്ഷണം നൽകുന്ന ആളാണ്, അഭയകേന്ദ്രമാണ്. ഇസ്മത്തുൽ അറാമിലി, അഗതികളായ സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. പാവങ്ങളെ സഹായിക്കുന്ന, അനാഥരെ സഹായിക്കുന്ന, അഗതികളായ ആളുകളെ സംരക്ഷണം നൽകുന്ന, അത്യാവശ്യമുള്ള ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, സേവനം ചെയ്യുന്ന, സത്യം മാത്രം പറയുന്ന, വിശ്വസ്തനായ, സർവസമ്മതനായ സമൂഹത്തിൽ അങ്ങനെയായിരുന്നു പ്രവാചകൻ. അബൂ താലിബ് ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാത്ത് കൊണ്ട് വജ്ഹ് കൊണ്ടൊന്നും മയനത്തേട എന്നുള്ളത് അനുവദനീയമല്ല. ഖുറാഫികളായ ആളുകൾ ഈ ബെയ്ത്തൊക്കെ വളരെ ബഹുമാന ആദരവോടുകൂടി പറയലുണ്ട്. കണ്ടോ, പ്രവാചകനോട് വജ്ഹ് കൊണ്ട് മയനത്തേടി എന്നൊക്കെ പറയലുണ്ട്. പറയുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഷെയ്ഖും ഉസ്താദും അബൂ താലിബാണ്, ഞങ്ങൾ ഷെയ്ഖും ഉസ്താദ് ഉമർ റളിയല്ലാഹു അൻഹു പോലത്തെ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിൻ്റെ ശേഷം ഉമർ റളിയല്ലാഹു അൻഹു മയക്കു വേണ്ടി ദുആ ചെയ്തപ്പോൾ പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ റസൂലുള്ള സമയത്ത് ആ റസൂലിനോട് ഞങ്ങൾ മയക്കു വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ റസൂലിൻ്റെ ദുആ ഞങ്ങളതിന് ഉപയോഗപ്പെടുത്തിയിരുന്നു, ഞങ്ങൾക്ക് മയ ലഭിച്ചിരുന്നു. റസൂൽ വഫാത്തായതുകൊണ്ട് ആ പ്രവാചകന്റെ അമ്മ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇമാമായി ദുആക്ക് നേതൃത്വം കൊടുക്കാതെ ഞങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ദീന് പഠിപ്പിച്ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹു, നമ്മൾ സ്വീകരിക്കുന്നത് അതാണ്. ഖുറാഫികളാണെന്നുണ്ടെങ്കിൽ അബൂ താലിബ്, നിങ്ങളെ ഷെയ്ഖും ഉസ്താദ് അബൂ താലിബാണ്, ആ മനുഷ്യൻ കാഫിറാണ്, കാലാകാല നരകത്തിലാണ്, ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ പറ്റൂല, ആ തെളിവ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഇത്രേ ഉള്ളൂ. ഈ പദ്യം പറയലുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ പദ്യം അബൂ താലിബിൻ്റെത് എന്നുള്ള നിലക്ക് പദ്യസമാജത്തിൽപ്പെട്ട പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദീന് നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഈ പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ അത് തന്നെയാണ് സ്വീകരിച്ചതും. അത്രയേ ഉള്ളത്. അബൂ താലിബ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന സംഭവം സാധാരണ പലപ്പോഴും പല സദസ്സുകൾ കേട്ടതാണ്. ബഹീറ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ കണ്ടുമുട്ടിയത്. വലമ്മ ബലഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്നത്തൈ അശറത സന, 12 വയസ്സായപ്പോൾ, അതെല്ലാം കുറച്ചുകൂടി ദിവസങ്ങൾ എന്നുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇർത്തഹല ബിഹി അബൂ താലിബിൻ സാജിറൻ ഇല ഷാം, ഷാമിലേക്ക് അബൂ താലിബ് ഖുറൈശിയുടെ കൂടെ പോകുന്ന സമയത്ത് പ്രവാചകനെയും കൂടെ കൊണ്ടുപോയി. അങ്ങനെ ബുസ്റ എന്ന് പറയുന്ന പ്രദേശത്തെത്തി. ബുസ്റ എന്ന് പറയുന്ന ഷാമിൽപ്പെട്ടതാണ്. അത് ഖസബത്തുൽ ഹൂറാൻ എന്ന് പറയുന്ന ഷാമിലുള്ള ഒരു പ്രദേശമാണത്. അവിടെ എത്തിയ സമയത്ത് വക്കാന ഫീ ദാലിക്കൽ വഖ്തി ഖസബത്തുൽ ബിലാദിൽ അറബിയത്തുല്ലത്തി കാനത്ത് തഹ്ത ഹുക്മി റോമൻ, റോമക്കാരുടെ കീഴിലായിരുന്നു അന്ന് ഷാമൊക്കെ ഭരണമുണ്ടായിരുന്നത്. ഹിറക്കിൽ ചക്രവർത്തിയും ആ മനുഷ്യൻ്റെ ഗവർണർമാരുമായിരുന്നു അന്ന് അവിടെ ഭരണം നടത്തിയിരുന്നത്. ആ പ്രദേശത്തായിരുന്നു. വക്കാന ഫീ ഹാദിൽ ബലദി റാഹിബുൻ ഉരിഫ ബി ബഹീറ, ബഹീറ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആ പറയുന്ന പുരോഹിതൻ്റെ പേര് ജർജീസ് എന്നായിരുന്നു. ജർജീസ് നസാറ പുരോഹിതനായിരുന്നു. നസാറ മതത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദീന്, അതിൽ ഈ പറയുന്ന ദുർവ്യാഖ്യാനങ്ങളും കാര്യങ്ങളും മാറ്റത്തിരുത്തലുകളും വരുത്താതെ സൂക്ഷിച്ച് സംരക്ഷിച്ചു പോന്നിരുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു. ശരിയാ തൗഹീദിൻ്റെ ആ പ്രവാചകന്റെ സുന്നത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഫലമ്മ നസല റക്ബു ഖറജ ഇലൈഹിം, യാത്രാ സംഘം ഈ പറയുന്ന ബസ്റ എന്ന് പറയുന്ന പട്ടണത്തിലെത്തിയ സമയത്ത് ഈ പുരോഹിതൻ ഇവരുടെ യാത്രാ സംഘത്തിൽ ഖുറൈശികളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. വക്കാനലായ യഖ്റുജുലൈഹിം ഖബല ദാലിക്, പുരോഹിതന്മാർ എന്ന് പറയുന്നത് അവർ ചെറിയ ചെറിയ കൂടാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മാത്രം കഴിച്ചു കൂട്ടുന്ന ആളുകൾ, അതാണ് ഈ റാഹിബീങ്ങൾ. മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള ഇടപഴകലോ മറ്റുള്ള ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെടാതെ ഇബാദത്തിൽ മാത്രം കഴിച്ചു കൂട്ടുന്ന ആളുകളായിരുന്നു. പോകുന്ന വഴിവെക്കിലായിരുന്നു. ആളുകൾ എന്തെങ്കിലും സംഭാവന കാര്യങ്ങൾ കൊടുത്താൽ അത് ജീവിത ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ യാത്രാ സംഘത്തിലെടുത്ത് ആ മനുഷ്യൻ്റെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഫജഅല യതഖല്ലലുഹും, അങ്ങനെ ഈ പറയുന്ന ആളുകളെ ഓരോ ആളുകളും ഇങ്ങനെ പോയി നോക്കി അന്വേഷിക്കാൻ തുടങ്ങി. പ്രായം ചെന്ന മനുഷ്യന്മാരായിരിക്കും. അങ്ങനെ ഫഅഖദ ബിയദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിന് ഈ മനുഷ്യൻ വന്ന് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വഖാല ഹാദാ സയ്യിദുൽ ആലമീൻ, ഇത് ലോകത്തിൻ്റെ നേതാവാണ്, ഇത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ റസൂലാണ്, ഈ മനുഷ്യൻ അള്ളാഹു റഹ്മത്തുൽ ലിൽ ആലമീനായിട്ട് പ്രവാചകനായിട്ട് അയക്കാൻ പോകുന്ന ആളാണെന്ന് കൃത്യമായിട്ട് ലക്ഷണങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് ആ മനുഷ്യൻ ഈ ആളുകളോട് പറഞ്ഞു. അപ്പോൾ അബൂ താലിബും ഖുറൈശികളിലെ പ്രമുഖന്മാരും പറഞ്ഞു, വമാ ഇൽമുക ബിദാലിക്, എങ്ങനെ നിങ്ങൾക്കിത് അറിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, റാഹിബീങ്ങൾ പുരോഹിതന്മാരെ കുറിച്ച് ഇവർക്ക് അറിയുമായിരുന്നു. ഖുറൈശികൾ അവർ നല്ല അറിവുള്ളവരാണ്, അവർക്ക് ആകാശത്തിന് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളെക്കുറിച്ച് വിവരമുള്ളവരാണ് എന്ന് ബോധമുണ്ടായിരുന്നു ഖുറൈശികൾക്ക്.
അപ്പോൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നക്കും ഹീന അഷ്റഫ്തും മിനൽ അഖബ, മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് നിങ്ങൾ പോകുന്ന സമയത്ത് ലം യബ്ക ഹജറുൻ വലാ ഷജറുൻ ഇല്ലാ ഖറ സാജിദൻ, അള്ളാഹുവിന് സുജൂദായിക്കൊണ്ട് സകല കല്ലുകളും മരങ്ങളും അത് വീണിരിക്കുന്നു. വലാ യസ്ജുദാനി ഇല്ലാ നബിയിൻ, ഈ പ്രവാചകനോട് തലകുനിച്ചുകൊണ്ട് അത് വീണിരിക്കുന്നു. ഒരു പ്രവാചകനല്ലാതെ ഇതൊന്നും ഇങ്ങനെ തലകുനിക്കുകയില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. എങ്ങനെയായിരുന്നു ആ കല്ലുകളുടെയും മരങ്ങളുടെയും സുജൂദ് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാരത് പറയും, നമുക്കറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ ഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വ ഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി റബ്ബിഹിം, ഈ പറയുന്ന ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്. സത്യനിഷേധികളായ കുറച്ച് കുഫാറുകളല്ലാതെ എന്നുള്ള ആയത്തുകളൊക്കെ ഉണ്ട്. അതിൻ്റെ സുജൂദ് എങ്ങനെയാണ്, തസ്ബീഹ് എങ്ങനെയാണെന്നുള്ളത് അള്ളാഹു ആലം നമുക്ക് അറിയുകയില്ല. ഇത് ചെയ്യുന്നുണ്ട്. വ ഇന്നി അഅരിഫുഹു ബിഖാതമിൻ നുബുവ അസ്ഫൽ മിൻ ഗളറൂഫി കതിഫിഹി മിസ്ല തുഫാഹ, ഏകദേശം ഒരു ആപ്പിളിൻ്റെ അതിൽ കുറച്ചുകൂടി ചെറുതാണ് എന്ന് വേറെ റിവായത്തുകളിൽ കാണാം. അദ്ദേഹത്തിൻ്റെ 2 കൈപ്പലിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഖാത്തമുൻ നുബുവ എന്ന് പറയുന്ന ആ ഒരു സീല് ഞാൻ കണ്ട് മനസ്സിലാക്കിയതാണ്. വന്ന ആളുകൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറഭാഗത്ത് ഖാത്തമുൻ നുബുവ എന്ന് പറഞ്ഞിട്ടൊരു സീലിൻ്റെ മാതിരി കുറച്ച് മാംസപിണ്ഡം കുറച്ച് ഉയരത്തിലായിട്ടുള്ള ഒരു രൂപം ഉണ്ടായിരുന്നു. സൽമാൻ അൽ ഫാരിസി റസൂൽ അന്വേഷിച്ചുകൊണ്ട് വന്ന സമയത്തും ഇത് നോക്കിയപ്പോൾ പ്രവാചകൻ കാണിച്ചു കൊടുത്തേക്ക് സംഭവങ്ങൾ ഉണ്ട് താനും. അത് കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ വഇന്നാ നജിദുഹു ഫീ കുതുബിന, ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഖാതമുൻ നുബുവ ഇങ്ങനെ വരുന്ന പ്രവാചകൻ ഉണ്ടാകുമെന്ന് ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തുമ്മ അക്രമഹും ബിദ്ദിയാഫ, മനുഷ്യൻ ഇവർക്ക് ബഹുമാനിക്കാനും ആദരിക്കാനും അതിഥികളായിട്ട് സൽക്കരിക്കാൻ കഴിവിൻ്റെതിൽ ആ മനുഷ്യൻ തയ്യാറായി ആദരിച്ചു. വസഅല അബാ താലിബൻ അൻ യറുദ്ദഹു വലാ യഖ്ദിമു ബിഹി ഇലാ ഷാം, ഷാമിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ പോകരുത്, ഇവനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകണം. കാരണം ഖൗഫൻ അലൈഹി മിനർ റൂമി വൽ യഹൂദ്, ജൂതന്മാർ അതേമാതിരി തന്നെ മറ്റുള്ള റോമക്കാരായ ആളുകൾ നസാറാക്കളാണെങ്കിൽ പോലും അവരിൽ നിന്ന് നബിയാകാത്തതിൻ്റെ അസൂയും കാരണം ഈ കുട്ടിയെ അവർ ആക്രമിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അബൂ താലിബ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സംഘത്തിൽ നിന്ന് മക്കയിലേക്ക് വേറെ ആളുകളെ കൂടെ പറഞ്ഞയച്ചു എന്നുള്ള സംഭവമുണ്ട്. ഇതിൻ്റെ വിശദമായിട്ടില്ല എന്നുണ്ടെങ്കിലും ചുരുങ്ങിയ നിലയ്ക്ക് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം സഹീഹാണ് എന്ന് പറഞ്ഞതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിന് പോകുന്ന സമയത്തുണ്ടായ ഒരു അനുഭവമാണിത്. ഇതല്ലാത്ത മറ്റ് ചില ബഹുമാന ആദരവുകളൊക്കെ കച്ചവടത്തിൻ്റെ സമയത്ത് പോകുന്ന സമയത്ത് ഉണ്ടായതായിട്ട് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ വന്നത് ഉണ്ട് താനും. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.